അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം റൂൾ 42, 43 കംപ്ലീറ്റ് ചെയ്തു. അതിന്റെ കുറെ അധികം പ്രോബ്ലംസ് നമ്മൾ ചെയ്തു. ഇനി നമ്മൾ സെക്ഷൻ 18 ആണ് പഠിക്കാൻ പോകുന്നത്. റിവേഴ്സൽ തന്നെയാണ്, റിവേഴ്സൽ ഓഫ് ITC തന്നെയാണ്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അണ്ടർ സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസ്. ചില പ്രത്യേക സാഹചര്യങ്ങളിലെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന്റെ ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഇന്നത്തെ ഒരു ക്ലാസ്സോട് കൂടി നമ്മുടെ ഈ ഒരു സെഷൻ കംപ്ലീറ്റ് ആവും. ഒരു 1.5 മണിക്കൂർ സെഷൻ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. നോക്കാം, മുമ്പോട്ട് പോകുന്നതിനനുസരിച്ച് ഞാൻ പറയാം. ഓക്കെ, തുടങ്ങിയാലോ? എന്ത് പറയുന്നു? ഓക്കെ കേട്ടോ? Section 18 of the CGST Act provides for credit of input tax in respect of transitional stock. Transitional stock for this purpose would mean input held in stock, input contained in semi-finished or finished goods held in stock on the specified day. Transitional credit has been followed in case of new registrant under 4 different circumstances as follows. ഒന്നുമില്ല, സെക്ഷൻ 18 അതിലെന്താണ് പറഞ്ഞിരിക്കുന്നത്? ട്രാൻസിഷണൽ സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, അതിന്റെ ട്രീറ്റ്മെന്റ്. ഈ ട്രാൻസിഷണൽ സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ നിലവിൽ കയ്യിലുള്ള സ്റ്റോക്ക് സെമി ഫിനിഷ്ഡ് ആവാം, ഫിനിഷ്ഡ് ആവാം. ചില സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസിൽ ഈ പറയുന്ന ഗുഡ്സുകൾക്ക് അല്ലെങ്കിൽ അതിന്മേലുള്ള ഇൻപുട്ട് ടാക്സിന്റെ ആ ഒരു എന്താണ് ക്രെഡിറ്റ് അവൈൽ ചെയ്യാൻ പറ്റുമോ, ക്രെഡിറ്റ് ബ്ലോക്ക്ഡ് ആണോ, റിവേഴ്സ് ചെയ്യേണ്ടതായിട്ട് വരുമോ എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. അപ്പോൾ ആ സർക്കംസ്റ്റാൻസസ് ഏതാണെന്നുള്ളത് നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയാൽ ബാക്കി ഓക്കെ. ആ ഒരു ക്വസ്റ്റ്യനിൽ പറയുന്ന സർക്കംസ്റ്റാൻസസ്, സാഹചര്യം എന്താണ്, കേസ് ഏതാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ സെക്ഷൻ 18 അതിലെ പ്രോബ്ലംസ് സിമ്പിൾ ആണ്. ഞാനപ്പോൾ ഓരോ കേസ് പറയാം, അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓരോ പ്രോബ്ലം ചെയ്യിച്ചു പോവാം. അപ്പോഴായിരിക്കും ഒന്നുകൂടെ ക്ലാരിറ്റി വരികയെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് പുതിയ രജിസ്ട്രേഷൻ എടുക്കുന്ന കേസാണ്. പുതിയ രജിസ്ട്രേഷൻ, അതായത് ഒരു വ്യക്തി രജിസ്ട്രേഷൻ എടുക്കാൻ എന്താണ് എലിജിബിൾ അല്ല, പക്ഷെ ഒരു പർട്ടിക്കുലർ പീരീഡിൽ അയാൾ എലിജിബിൾ ആവുകയാണ്, രജിസ്ട്രേഷൻ എടുക്കാൻ നിർബന്ധിതനാവുകയാണ്. ചിലപ്പോൾ ത്രഷോൾഡ് ലിമിറ്റ് ക്രോസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ വിതിൻ 30 days അയാൾ രജിസ്ട്രേഷൻ എടുക്കണം, അല്ലെ? അപ്പോൾ ഇയാളുടെ കയ്യിൽ ഓൾറെഡി എന്തുണ്ട്? സ്റ്റോക്കുകൾ ഉണ്ട്. സെമി ഫിനിഷ്ഡ് ആയിട്ടുള്ളതുണ്ടാവും, ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ടുള്ളതുണ്ടാവും. അപ്പൊ ഇതിന്മേൽ നമുക്ക് ക്രെഡിറ്റ് എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നത്. ഒരിക്കലും രജിസ്ട്രേഷൻ ഇല്ലാത്ത ഒരാൾക്ക് ITC ക്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല, അല്ലെ? അയാൾ രജിസ്ട്രേഷൻ എടുക്കാൻ പോവാണ്, അപ്പൊ ITC ക്ലെയിം ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. പറ്റും, അയാളുടെ കയ്യിലുള്ള സ്റ്റോക്കിന് എടുക്കാം. അത് സെമി ഫിനിഷ്ഡ് ആണെങ്കിലും ഫിനിഷ്ഡ് ആണെങ്കിലും എടുക്കാം. പക്ഷേ ക്യാപിറ്റൽ ഗുഡ്സ് അയാളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ക്രെഡിറ്റ് എടുക്കാൻ പറ്റില്ല. ക്യാപിറ്റൽ ഗുഡ്സ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതിന് അയാൾക്ക് ക്രെഡിറ്റ് കിട്ടില്ല, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടില്ല. ഇപ്പൊ എന്റെ കയ്യില്, ഞാനിപ്പോ ഒരു നോർമൽ പേഴ്സൺ ആണ്, രജിസ്ട്രേഷൻ ഇല്ലാത്ത ഒരു പേഴ്സൺ ആണ്. ഞാൻ അത്യാവശ്യം കച്ചവടങ്ങളൊക്കെ ചെയ്തു പോകുന്നു. എന്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്, സെമി ഫിനിഷ്ഡും ഫിനിഷ്ഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളൊക്കെ ഉണ്ട്. ഒരു പർട്ടിക്കുലർ ഡേയില് എന്റെ ലിമിറ്റ്, ടേൺ ഓവറിന്റെ ലിമിറ്റ് എത്രയായിട്ട് മാറുകയാണ്? 25 lakhs ആയി, അതായത് 20 lakhs എബോവ് ആയി. അപ്പൊ ഞാൻ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? GST രജിസ്ട്രേഷൻ എടുക്കണം, വേണമല്ലോ, പുതിയ രജിസ്ട്രേഷൻ എടുക്കണം. അപ്പൊ എന്റെ കയ്യിലുള്ള ഈ സ്റ്റോക്കിന് എനിക്ക് എന്ത് ചെയ്യാം? ക്രെഡിറ്റ് എടുക്കാം, എക്സെപ്റ്റ് ക്യാപിറ്റൽ ഗുഡ്സ്. ക്യാപിറ്റൽ ഗുഡ്സ് അതായത് പ്ലാന്റ് ആൻഡ് മെഷീനുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് എടുക്കാനായിട്ട് സാധ്യമല്ല. ക്ലിയർ ആണോ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് കൺസെപ്റ്റ് ക്ലിയർ ആയോ? ഫസ്റ്റ് കേസ് ക്ലിയർ ആയോ? പറഞ്ഞാട്ടെ, ക്ലിയർ ആയി? നന്ദന ഓക്കെ ആണ്. ജിബിന? ഓക്കെ. അപ്പൊ അതിന്റെ ഒരു പ്രോബ്ലം നോക്കാം, അല്ലെങ്കിൽ വോളണ്ടറിയും കൂടെ പറഞ്ഞിട്ടാവേ. വോളണ്ടറിയും സെയിം ആണ്, അതുകൂടെ പറഞ്ഞിട്ട് പ്രോബ്ലത്തിലേക്ക്. വോളണ്ടറി രജിസ്ട്രേഷൻ എന്താണെന്ന് അറിയാലോ? അയാൾ രജിസ്ട്രേഷൻ എടുക്കാൻ ലയബിൾ ഒന്നും അല്ല. വോളണ്ടറിയുടെ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ അയാൾ രജിസ്ട്രേഷൻ എടുക്കേണ്ട കാര്യമൊന്നുമില്ല, പക്ഷെ സർട്ടൻ അഡ്വാൻറ്റേജിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? രജിസ്ട്രേഷൻ എടുക്കുകയാണ്. നമ്മൾ തൊട്ട് മുമ്പ് പുതിയ രജിസ്ട്രേഷൻ എടുക്കുന്ന സാഹചര്യം, അതിന്റെ ആ ഒരു കേസ് നമ്മൾ പറഞ്ഞത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് വോളണ്ടറി ആയിട്ട് രജിസ്ട്രേഷൻ. രജിസ്ട്രേഷൻ എടുക്കേണ്ട, രജിസ്ട്രേഷൻ ഇല്ലാത്ത ഒരാൾക്ക് തീർച്ചയായിട്ടും
ITC ക്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല. അയാളുടെ കയ്യിലുള്ള സ്റ്റോക്ക് ആയാലും ഫിനിഷ്ഡ് ഗുഡ്സ് ആയാലും സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ആയാലും ക്യാപിറ്റൽ ഗുഡ്സ് ആണെങ്കിലും രജിസ്ട്രേഷൻ ഇല്ലെങ്കിൽ ITC ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അപ്പൊ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഇയാൾ എന്ത് ചെയ്യുന്നു? വോളണ്ടറി ആയിട്ട് രജിസ്ട്രേഷൻ എടുക്കും. ത്രെഷോൾഡ് ലിമിറ്റ് ഒന്നും ക്രോസ് ചെയ്തിട്ടൊന്നുമില്ല, പക്ഷെ ചില അഡ്വാൻറ്റേജസിന് വേണ്ടിയിട്ട് വോളണ്ടറി ആയിട്ട് രജിസ്ട്രേഷൻ എടുക്കാം. സെയിം ക്യാപിറ്റൽ ഗുഡ്സിന് എന്ത് ചെയ്യില്ല? ITC കിട്ടത്തില്ല. എന്നാൽ അയാളുടെ കയ്യിലുള്ള സ്റ്റോക്ക് സെമി ഫിനിഷ്ഡ് ആയിട്ടുള്ളതും ഫിനിഷ്ഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾക്ക് എന്ത് ചെയ്യാം? അതായത് ട്രാൻസിഷണൽ സ്റ്റോക്ക് എന്ന് പറയും, തീർച്ചയായിട്ടും ക്രെഡിറ്റ് എടുക്കാം. എക്സെപ്റ്റ് ക്യാപിറ്റൽ ഗുഡ്സ്. എക്സെപ്റ്റ് ക്യാപിറ്റൽ ഗുഡ്സ്. ക്ലിയർ? വോളണ്ടറി രജിസ്ട്രേഷൻ സെയിം ആണ്. ന്യൂ രജിസ്ട്രേഷൻ അതേ സെക്ഷൻ തന്നെയാണ്, അതേ കേസ് തന്നെയാണ്. ഓക്കെ ആണോ? പ്രോബ്ലം ചെയ്താലോ? പ്രോബ്ലം ചെയ്താലോ? ഓക്കെ, പ്രോബ്ലം ചെയ്യാവേ. നമ്മുടെ മിസ്റ്റർ എ applies for voluntary registration on 22nd November and obtained registration on 25th November. നമ്മുടെ മിസ്റ്റർ എ വോളണ്ടറി രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു. 22-ാം തീയതി, നവംബർ 22-ാം തീയതി ആണ് അയാൾ വോളണ്ടറി രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തത്. 25-ാം തീയതി വിതിൻ 3 days അയാൾക്ക് എന്ത് കിട്ടി? രജിസ്ട്രേഷൻ കിട്ടി. വിതിൻ 3 days അയാൾ കൊടുത്ത ആപ്ലിക്കേഷൻ എല്ലാം കറക്റ്റ് ആയതുകൊണ്ട് വിതിൻ 3 days വർക്കിംഗ് ഡേയ്സ് അയാൾക്ക് രജിസ്ട്രേഷൻ കിട്ടി. അയാളുടെ കയ്യിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന സ്റ്റോക്കുകളുടെ വിവരമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. സ്റ്റോക്കുകളുടെ വിവരം 21st നവംബറിൽ അയാളുടെ കയ്യിൽ ഉണ്ടായിരുന്നത് ഒരു 12,000 യൂണിറ്റ്സ് ഉണ്ടായിരുന്നു. അതിനോടൊപ്പം ഒരു 20,000 പർച്ചേസ് ചെയ്തു, 8,000 സെയിൽ ചെയ്തു. അപ്പൊ കയ്യിൽ എത്ര ഉണ്ടെന്ന് പറയാമോ? യൂണിറ്റ്സ്, എത്ര യൂണിറ്റ്സ് കയ്യിലുണ്ടെന്ന് പറയാമോ? 12,000 കയ്യിലുണ്ടായിരുന്നു, 20,000 കൂടെ പർച്ചേസ് ചെയ്തു, 8,000 വിറ്റു. അപ്പൊ എത്ര ഉണ്ടാവും എന്ന് പറയാമോ? എന്താ ചെയ്യണ്ടേ ഇവിടെ? എന്താ നമ്മൾ ആഡ് ചെയ്യണോ മൈനസ് ചെയ്യുക എന്തെങ്കിലും ചെയ്യണോ? 24,000 എന്താ ചെയ്തേ അവിടെ? എന്താ ചെയ്തേ? 12,000-നോടൊപ്പം 20,000 ആഡ് ചെയ്തു, 8,000 കുറച്ചു അല്ലെ? 12ഉം 20 എന്ന് പറയുമ്പോൾ 22-ന് 8, 12,000-നോടൊപ്പം 20,000 ആഡ് ചെയ്യുന്നു, എത്രയായി? 32,000. 8,000 സെയിൽ ചെയ്ത് എന്ത് ചെയ്യുക? കുറയ്ക്കുക. അപ്പൊ എത്ര വരും? 24,000. കിട്ടിയോ എല്ലാവർക്കും? ജീവനൊക്കെ കിട്ടിയോ? ജീവനൊക്കെ കിട്ടിയോ? ജീവനൊക്കെ കിട്ടിയോ? നന്ദനക്ക് കിട്ടിയോ? നന്ദനക്ക് കിട്ടി. ഓക്കെ, പിന്നെന്താ സംഭവിച്ചേക്കുന്നത്? 24-ാം തീയതി അയാൾ വീണ്ടും ഒരു 5,000 പർച്ചേസ് ചെയ്തു. അപ്പൊ എന്ത് ചെയ്യണം? 5,000 ആഡ് ചെയ്യണം. എത്ര ഉണ്ട്? 24, ഇപ്പൊ 29. ആൻഡ് സോൾഡ് 15,000 യൂണിറ്റ്സ്. 15,000 വീണ്ടും വിറ്റു. അപ്പൊ ബാക്കി എത്ര ഉണ്ട്? ചുരുക്കം പറഞ്ഞ അയാളുടെ കയ്യിൽ യൂണിറ്റ്സ് എത്രയുണ്ട്? എത്ര യൂണിറ്റ്സ് ഉണ്ടാവും? 14,000. 14,000 യൂണിറ്റ്സ് ആണ് അയാളുടെ കയ്യിൽ നിലവിലുള്ളത്. അയാള് പർച്ചേസ് ചെയ്ത റേറ്റ് ഇവിടെ പറയുന്നുണ്ട്. പെർ യൂണിറ്റിന് 100 രൂപ വെച്ച്. പെർ യൂണിറ്റിന് 100 രൂപ വെച്ച് അയാൾ പർച്ചേസ് ചെയ്തിരുന്നു. പെർ യൂണിറ്റ് 100 രൂപ വെച്ച്. അപ്പൊ എത്ര രൂപയുടെ പർച്ചേസ് അയാൾ നടത്തിയിട്ടുണ്ടാവും? 14,000 ഇൻറ്റു 100 അല്ലെ? 14 ലക്ഷം രൂപയുടെ പർച്ചേസ് അയാൾ നടത്തിയിട്ടുണ്ട്. 14 ലക്ഷം രൂപയുടെ പർച്ചേസ് നടത്തിയിട്ടുണ്ട്. അതിന് 18% GST പേ ചെയ്തിട്ടുണ്ട്. എത്ര വരും എന്ന് പറയാമോ? 14,000 യൂണിറ്റ്സ് 100 രൂപ വെച്ച്, പെർ യൂണിറ്റിന് 100 രൂപ വെച്ച് പർച്ചേസ് ചെയ്തു. 14 ലക്ഷം രൂപയുടെ പർച്ചേസ് നടന്നിട്ടുണ്ട്. അതിന് 18% GST ഇൻപുട്ട് ടാക്സും പേ ചെയ്തു എന്ന് പറയുന്നു. അപ്പൊ എത്രയാണ് ഇൻപുട്ട് ടാക്സ് എന്ന് പറയാമോ? എത്രയാണ് ഇൻപുട്ട് ടാക്സ്? 14 ലക്ഷത്തിന്റെ 18%, 2,52,000. 2,52,000. 2,52,000. ഇതിന് അയാൾക്ക് ITC കിട്ടും. ഈ 2,52,000 അയാൾ ഇൻപുട്ട് ടാക്സ് ആയിട്ട് പേ ചെയ്തിട്ടുണ്ട്. സ്റ്റോക്കിനാണ് പേ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും കിട്ടും. 2,52,000 അയാൾക്ക് ഇൻപുട്ട് ടാക്സ് ആയിട്ട് ക്ലെയിം ചെയ്യാം. അയാള് 24-ാം തീയതി ഒരു പ്ലാന്റ് ആൻഡ് മിഷനറി പർച്ചേസ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. 2 lakh plus GST. 2 lakh plus GST.
2 lakh പ്ലസ് ജി എസ് ടി എന്ന് പറയുമ്പോൾ 2,18,000 എത്ര ആയിരിക്കും അടച്ചിട്ടുണ്ടാവുക? 2,18,000 എത്ര വരും? 2,18,000 36,000 രൂപ വരുവേ. അയാൾ ഇൻപുട്ട് ടാക്സ് അടച്ചിട്ടുണ്ടേ 34,000. അയാൾ ഇൻപുട്ട് ടാക്സ് അടച്ചിട്ടുണ്ട്. കിട്ടുമോ ഈ 34,000? അയാൾ അടച്ചത് ക്യാപിറ്റൽ ഗുഡ്സിന് മേലെയാണ്, വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ്, ക്യാപിറ്റൽ ഗുഡ്സ് മേടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കിട്ടുമോ? ഇയാൾ വോളണ്ടറി ആയിട്ട് രജിസ്ട്രേഷൻ എടുത്താണ്. കിട്ടുമോ ഇല്ലയോ? കിട്ടില്ല. കാരണം ഈ വ്യക്തി വോളണ്ടറി ആയിട്ട് രജിസ്ട്രേഷൻ എടുത്താണ്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞിരുന്നു, ക്യാപിറ്റൽ ഗുഡ്സ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇൻപുട്ട് ടാക്സ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അയാൾക്ക് ഈ സ്റ്റോക്കുകൾ മേടിച്ചതിന്റെ ആ ഒരു 2,52,000 ഉണ്ടായിരുന്നു ഇൻപുട്ട് ടാക്സ്, അത് മാത്രമേ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റൂ. കണ്ടോ, വാല്യൂ ഓഫ് സ്റ്റോക്ക് 14 ലക്ഷം, അതിന്റെ 18% GST എന്ന് പറയുന്നതാണ് ഈ 2,52,000 കൊടുത്തിട്ടുണ്ട്. കണ്ടോ, സിമ്പിൾ അല്ലേ? ക്യാപിറ്റൽ ഗുഡ്സിന്റെ കാര്യം അവർ നോട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്, നോട്ട് അലൗഡ് അല്ല. വോളണ്ടറി രജിസ്ട്രേഷന്റെ കേസിലും ന്യൂ രജിസ്ട്രേഷന്റെ കേസിലും ക്യാപിറ്റൽ ഗുഡ്സിന് ITC കിട്ടില്ല. ക്ലിയർ ആണോ? ഫസ്റ്റ് കേസ് ക്ലിയർ ആണോ? ഫസ്റ്റ് അല്ല, 2 കേസ്. നമുക്കത് 2 കേസും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ്. ക്ലിയർ? ഓക്കെ, അടുത്തത് നോക്കാം. അപ്പോ ന്യൂ രജിസ്ട്രേഷനുമായി വോളണ്ടറി ആയി, അത് രണ്ടും കൂടെ ചേർന്ന് വരുവേ. പേഴ്സൺ എക്സീഡിംഗ് ദ ടേൺ ഓവർ ലിമിറ്റ് ഫോർ കോമ്പസിഷൻ ലെവി. അതായത് കോമ്പസിഷൻ ലെവി ഓപ്റ്റ് ചെയ്ത് ടാക്സ് അടച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ ടേൺ ഓവർ ലിമിറ്റ് ക്രോസ് ചെയ്യുകയാണ്. അയാൾക്ക് ഇനി കോമ്പസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അയാൾ ഏത് സ്കീമിൽ അടയ്ക്കണം? റെഗുലർ സ്കീമിൽ അടയ്ക്കണം. വേണ്ടേ? കോമ്പസിഷൻ സ്കീമിൽ ടാക്സ് അടച്ചുകൊണ്ടിരുന്ന ആള് എങ്ങോട്ടേക്ക് മാറുകയാണ്? നോർമൽ സ്കീമിലേക്ക് മാറുക. അപ്പൊ തീർച്ചയായിട്ടും അയാൾ എന്ത് ചെയ്യേണ്ടി വരും? അല്ലെങ്കിൽ അയാൾക്ക് അവിടെ ഉണ്ടാകുന്ന ഇൻപുട്ട് ടാക്സിന്റെ ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. നോക്കിയേ, എനി രജിസ്റ്റേർഡ് ടാക്സബിൾ പേഴ്സൺ ഹു സീസസ് ടു പേ ടാക്സ് അണ്ടർ കോമ്പൻസേഷൻ ലെവി ആസ് പ്രൊവൈഡഡ് ഇൻ സെക്ഷൻ 10, അതായത് സെക്ഷൻ 10 അല്ലെങ്കിൽ കോമ്പൻസേഷൻ ലെവി പ്രകാരം ടാക്സ് അടച്ചുകൊണ്ടിരുന്ന ആള് അതിന് എലിജിബിൾ അല്ലാതെ ആവുകയാണ്. ട്രാൻസിഷണൽ സ്റ്റോക്ക് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. In this case, would refers to stock as on the day immediately preceding the date from which he become liable to pay tax under Section 9. In this case, even the capital goods are eligible for transitional credit as reduced by such 5% per quarter. കുറെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒന്നും പേടിക്കേണ്ട, സംഗതി സിമ്പിൾ ആണ്. ഇവിടെ ട്രാൻസിഷണൽ സ്റ്റോക്കിന് കിട്ടും. നമ്മൾ മുമ്പ് ന്യൂ രജിസ്ട്രേഷന്റെയും വോളണ്ടറി രജിസ്ട്രേഷന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ട്രാൻസിഷണൽ സ്റ്റോക്കിന് കിട്ടും. അതായത് സ്റ്റോക്ക് ഫിനിഷ്ഡ് ഗുഡ്സ് ആണെങ്കിലും സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ആണെങ്കിലും കിട്ടും. എന്തിനും കിട്ടും? ക്യാപിറ്റൽ ഗുഡ്സിനും കിട്ടും. പക്ഷെ അവിടെ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ ചെയ്യേണ്ടി വരും. ചെറിയൊരു എമൗണ്ട് നമ്മൾ കുറയ്ക്കേണ്ടതായിട്ട് വരും. പെർ ക്വാർട്ടറിന് 5%. പെർ ക്വാർട്ടറിന് 5% കുറച്ചിട്ടുള്ള ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അവെയിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി വരും. പറഞ്ഞു നമ്മുടെ മിസ്റ്റർ സി ഒരു രജിസ്റ്റേർഡ് ടാക്സബിൾ പേഴ്സൺ ആണ്. അയാൾ കോമ്പസിഷൻ സ്കീമിലാണ് ടാക്സ് അടച്ചുകൊണ്ടിരിക്കുന്നത്. 30th ജൂലൈ വരെ അയാൾ കോമ്പസിഷൻ സ്കീമിലാണ് ടാക്സ് അടച്ചുകൊണ്ടിരുന്നത്. നിലവിൽ അയാൾ ടാക്സ് അടച്ചുകൊണ്ടിരുന്നത് 30 ജൂലൈ വരെ. 31 ജൂലൈ ആയപ്പോഴത്തേക്കും അയാള് ലയബിൾ ടു പേ ടാക്സ് അണ്ടർ റെഗുലർ സ്കീം. നോർമൽ അല്ലെങ്കിൽ റെഗുലർ സ്കീമിൽ ടാക്സ് അടയ്ക്കാൻ എലിജിബിൾ ആയി, ലയബിൾ ആയി 31 ജൂലൈയിൽ. അങ്ങനെയാണെങ്കിൽ അയാൾ വാങ്ങിയിട്ടുള്ള ചില സാധനങ്ങളുടെ ഡീറ്റെയിൽസ് ഇവിടെ തന്നിട്ടുണ്ട്. ഇൻപുട്ട് ആസ് ഓൺ 30th ജൂലൈ ഫോർ 3,54,000 ഇൻക്ലൂസീവ് ഓഫ് GST. ഇൻക്ലൂസീവ് എമൗണ്ട് ആണ് ഈ 3,54,000. അങ്ങനെയാണെങ്കിൽ GSTയുടെ എമൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഈ 3,54,000 GST ഇൻക്ലൂഡഡ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് GSTയുടെ എമൗണ്ട് കണ്ടുപിടിക്കുക? ഒന്ന് വേർതിരിച്ച് എനിക്ക് GSTയുടെ എമൗണ്ട് കിട്ടിയാൽ, അതായത് ഇൻപുട്ട് ടാക്സ് എത്ര അടച്ചെന്ന് കിട്ടിയാൽ എങ്ങനെ ചെയ്യാൻ പറ്റും?
അത് 3,54,000 എന്ന് പറയുന്നത് 118-നാണെങ്കിൽ 18 എത്ര? അത്രേ ഉള്ളൂ. എത്ര വരും? 54,000 വരും അല്ലെ? 54,000 വരും അല്ലെ? വെരി ഗുഡ്, അതറിയാം. സോ ഇവിടെ 54,000 അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻപുട്ട് ടാക്സ് പേ ചെയ്തിട്ടുണ്ട് 54,000 രൂപ. ഓക്കെ, അതിൽ സംശയമില്ലല്ലോ. അയാൾക്ക് GST-യിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റുമോ? ക്യാപിറ്റൽ ഗുഡ്സ് അല്ല, ക്യാപിറ്റൽ ഗുഡ്സ് അല്ല, ഇൻപുട്ടുകളാണ്. ക്ലെയിം ചെയ്യാൻ പറ്റുമോ? ഇല്ല. 54,000 രൂപയുടെ ക്ലെയിം കിട്ടുമോ? ക്ലെയിം ചെയ്യാമോ? റിവേഴ്സ് ചെയ്യേണ്ടതായിട്ടുണ്ടോ? കിട്ടും. വെരി ഗുഡ്, കിട്ടും. ജിബിന കിട്ടത്തില്ലേ? പറ്റും. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾക്ക് അത് മനസ്സിലായെന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ, ക്യാപിറ്റൽ ഗുഡ്സിന്റെ കാര്യമാണ്. ക്യാപിറ്റൽ ഗുഡ്സിന്റെ കാര്യം, ക്യാപിറ്റൽ ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു 5 ലക്ഷം രൂപയ്ക്ക്. 18% GST അടച്ചിട്ടുണ്ടായിരുന്നു. 5 ലക്ഷം രൂപയുടെ ക്യാപിറ്റൽ ഗുഡ്സ് പ്ലാന്റ് ആൻഡ് മെഷീനറി ആയിരിക്കും, എന്തെങ്കിലും ആയിക്കോട്ടെ, പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 5 ലക്ഷം രൂപയുടെ ഗുഡ്സ് ആണ് പർച്ചേസ് ചെയ്തത്. 18% GST അടച്ചിട്ടുണ്ടായിരുന്നു. എത്രയാണെന്ന് പറയാമോ? GST അടച്ചത്, ഇൻപുട്ട് അടച്ചത് എത്രയാണെന്ന് പറയാമോ? 5 ലക്ഷത്തിന്റെ 18%. 90,000. ഓക്കെ, 90,000. അപ്പൊ 90,000 ഇയാള് ക്യാപിറ്റൽ ഗുഡ്സ് ഇൻപുട്ട് ടാക്സ് അടച്ചു. കിട്ടുമോ? കിട്ടുമോ എന്ന് ചോദിച്ചാൽ കിട്ടും. പക്ഷെ ഈ 90,000 ഒന്നും കിട്ടത്തില്ല. 90,000 കിട്ടത്തില്ല. കിട്ടും, 90,000 എൻറ്റയർ എമൗണ്ട് കിട്ടില്ല. 5% പെർ ക്വാർട്ടർ നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. 5% പെർ ക്വാർട്ടർ എന്ത് ചെയ്യണം? നമ്മൾ കുറയ്ക്കണം. എന്താ സാറേ ഈ പെർ ക്വാർട്ടർ? അവിടെ ഒരു ഉടക്കുണ്ടല്ലോ. ഒരടക്കമില്ല. ഇയാൾ എന്നാ ഇത് മേടിച്ചേ? 22 ഏപ്രിലാണ് മേടിച്ചത്. 22 ഏപ്രിലാണ് മേടിച്ചത്. ഇയാൾ എന്നാണ് ലയബിൾ ആവുന്നത്? നോർമൽ സ്കീമിലേക്ക് പോകാൻ ലയബിൾ ആവുന്നത് എന്നാണ്? ജൂലൈയിലാണ്. അപ്പൊ അന്ന് വരെയുള്ള ക്വാർട്ടർ, എത്ര ക്വാർട്ടർ ഉണ്ടെന്ന്? ഏപ്രിൽ, മെയ്, ജൂൺ എന്ന് പറയുമ്പോൾ ഒരു ക്വാർട്ടർ. ജൂലൈ എന്ന് പറയുമ്പോ എത്ര ക്വാർട്ടറായി? 2 ക്വാർട്ടറായി അല്ലെ? 2 ക്വാർട്ടറായി. 2 ക്വാർട്ടർ ആയോ? ആയോ? പറഞ്ഞേ, 2 ക്വാർട്ടർ ആയോ? വാങ്ങിയ ഡേറ്റ് മുതൽ എലിജിബിൾ ആവുന്ന ഡേറ്റ് വരെ, അതായത് നോർമൽ സ്കീമിലേക്ക് മാറിയ ഡേറ്റ് വരെയുള്ള ക്വാർട്ടർ എത്ര ഉണ്ടെന്ന്? ഇല്ലേ? ആയില്ലേ? 2 ക്വാർട്ടർ ആയില്ലേ? ജൂലൈയിൽ കയറിയാൽ മതി. അയ്യോ, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈയിലാണ് കയറിയത്, അത് മതി. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ആണോന്നില്ല. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ആണോന്നില്ല കേട്ടോ. ജൂലൈയിലേക്ക് കയറിയാൽ മതി. 2 ക്വാർട്ടറായി അവിടെ. 2 ക്വാർട്ടറായി. ഓക്കെ, 2 ക്വാർട്ടറായി. നമ്മൾ എന്ത് ചെയ്യണം? റെഡ്യൂസ് ചെയ്യണം. ഈ 90,000-ൽ നിന്ന് 2 ക്വാർട്ടറിന്റെ 5%, 90,000 into 5% into 2 എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. അപ്പൊ നമുക്ക് 9,000 അല്ലെ? 5% പെർ ക്വാർട്ടർ എന്നല്ല പറഞ്ഞത്. സോ 5% into 2 ചെയ്യുക. 2 ക്വാർട്ടർ ഉള്ളതുകൊണ്ട് 2 ചെയ്യുക. നമുക്ക് 9,000 ആണ് വരുന്നത്, അത് കുറയ്ക്കുക. സോ 81,000 എന്ത് ചെയ്യാം? നമുക്ക് എലിജിബിൾ ആണ്. ക്യാപിറ്റൽ ഗുഡ്സിന് 90,000 നമ്മൾ ഇൻപുട്ട് ടാക്സ് അടച്ചിരുന്നു, പക്ഷെ 90,000 കിട്ടില്ല. കോമ്പോസിഷൻ സ്കീമിൽ നിന്ന് റെഗുലർ സ്കീമിലേക്ക് മാറുന്ന കേസാണ്. അപ്പോ പെർ ക്വാർട്ടറിന് 5% നമ്മൾ റെഡ്യൂസ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് 81,000 ആണ് എലിജിബിൾ ITC വരിക. അങ്ങനെ ടോട്ടൽ ITC എത്ര വരും? 81,000, 54,000, 1,35,000 ആണ് അയാൾക്ക് അലൗഡ് ആയിട്ടുള്ള ITC. ക്ലിയർ? എനി ഡൗട്ട്സ്? ചോദിച്ചു. Any doubts? ഡൗട്ട്സ് ഇല്ല. ക്ലിയർ ആണെങ്കിൽ ക്ലിയർ എന്നിട്ടോ. ഓക്കെ, ജിബിന ക്ലിയർ ആണ്. നന്ദന ക്ലിയർ. ഇത് ഞാൻ താഴെ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഈ വിഡ്രോവൽ ഓഫ് എക്സംഷൻ അതിലേക്ക് വരുമ്പോൾ ഞാനത് പറഞ്ഞു, വേറെ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നത് സപ്ലൈ ഓർ സെയിൽ ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് ഓർ പ്ലാന്റ് ആൻഡ് മെഷീനറി. ക്യാപിറ്റൽ ഗുഡ്സ്, അതായത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്യാപിറ്റൽ ഗുഡ് അല്ലെങ്കിൽ ഒരു പ്ലാന്റ് ആൻഡ് മെഷീനറി സെയിൽ ചെയ്യുകയാണ്, സപ്ലൈ നടത്തുകയാണ്.
അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഇംപ്ലിക്കേഷൻ എന്തൊക്കെയാണ്? Where any capital goods or plant and machinery are supplied, the registered person has to pay an amount equal to higher of the following. നമ്മൾ ITC ഒക്കെ ഓൾറെഡി ക്ലെയിം ചെയ്തിട്ടുണ്ടാവും അല്ലെ, ആ ക്യാപിറ്റൽ ഗുഡ്സ് അല്ലെങ്കിൽ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഒക്കെ അയാള് ക്ലെയിം ചെയ്തിട്ടുണ്ടാവും ഇതിനോടകം. അപ്പോ അത് സെയിൽ ചെയ്യുമ്പോൾ, ആ ഗുഡ്സ് നമ്മൾ വിൽക്കുമ്പോൾ ആ ഇൻപുട്ട് ടാക്സ് നമ്മൾ എന്ത് ചെയ്യണം? റിവേഴ്സ് ചെയ്യേണ്ടി വരും. ശരിയല്ലേ? നമ്മൾ ക്യാപിറ്റൽ ഗുഡ്സ് മേടിച്ചു, അതിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്തു, നമ്മളിങ്ങനെ സന്തോഷിച്ചിരിക്കുകയാണ്. അപ്പൊ ഇത് വിൽക്കുമ്പോ ഡിപ്പാർട്ട്മെന്റ് പറയും, നിങ്ങൾ ഇതിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്തതാ, അപ്പൊ ഞാൻ പറയാൻ പോകുന്ന രണ്ട് വാല്യൂസിൽ ഏതാണോ ഹയർ ആ വാല്യൂ നിങ്ങൾ തിരിച്ചടച്ചോണം, റിവേഴ്സ് ചെയ്തോണം. അപ്പൊ ഏതൊക്കെയാണ് രണ്ട് വാല്യൂസ്? ഇൻപുട്ട് ടാക്സ്, ഇതൊക്കെയാണ്, രണ്ടുമാണ് കമ്പയർ ചെയ്യേണ്ടത്. Input tax credit availed on such capital goods or plant and machinery, the amount of input tax credit to be reversed shall be reduced by 5% per quarter from the date of issue, date of invoice. അത് വാങ്ങിയ ഡേറ്റ്, ആ ക്യാപിറ്റൽ ഗുഡ്സ് വാങ്ങിയ ഡേറ്റ് മുതൽ ഇത് സെയിൽ ചെയ്യുന്ന ഡേറ്റ് വരെയുള്ള എത്ര ക്വാർട്ടർ ഉണ്ടെന്ന് നോക്കാം. മേടിച്ച ഡേറ്റ്, സെയിൽ ചെയ്യുന്ന ഡേറ്റ്, അത് തമ്മിൽ എത്ര ക്വാർട്ടർ ഉണ്ടെന്ന് 5% പെർ ക്വാർട്ടർ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കും. റെഡ്യൂസ് ചെയ്തിട്ടുള്ള എമൗണ്ട് കണ്ടുപിടിക്കും. ഇപ്പൊ നമ്മൾ മുമ്പ് ചെയ്തില്ലേ, സെയിം സാധനം തന്നെ. വാങ്ങിയ അന്ന് മുതൽ ഇത് വിറ്റ അന്ന് വരെ എത്ര ക്വാർട്ടർ ഉണ്ടെന്ന് നോക്കും. എന്നിട്ട് അയാളുടെ ക്രെഡിറ്റിൽ നിന്ന് 5% പെർ ക്വാർട്ടർ എന്ത് ചെയ്യാം? റെഡ്യൂസ് ചെയ്യാം. ആ ഫിഗർ നമ്മൾ ഇവിടെ എഴുതുക. ദെൻ ട്രാൻസാക്ഷൻ വാല്യൂവിന്റെ GST, അതായത് ഈ സെയിൽ നടത്തുന്ന ഒരു വാല്യൂ ഉണ്ടാവുമല്ലോ, സെയിൽ വാല്യൂ, അതിന് എത്ര ശതമാനമാണ് GST പേ ചെയ്യുന്നത് എന്നുള്ളത് ക്വസ്റ്റിന് തന്നിട്ടുണ്ടാവും. ആ വാല്യൂ എഴുതുക. ഇതിൽ ഏതാണോ ഹയർ ആ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? GST ഡിപ്പാർട്ട്മെന്റിന് തിരിച്ചടയ്ക്കണം. ഹാസ് ടു പേ ആൻ എമൗണ്ട് ഈക്വൽ ടു ഹയർ ഓഫ് ദി ഫോളോയിങ്. ഓക്കെ, പറഞ്ഞ മനസ്സിലായല്ലോ? ഒന്നുകൂടെ പറയാം. സപ്ലൈ നടത്തുകയാണ്, നമ്മൾ ബിസിനസ്സിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ക്യാപിറ്റൽ ഗുഡ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലാന്റ് ആൻഡ് മെഷീനറി സെയിൽ ചെയ്യാണ്. സെയിൽ ചെയ്യുമ്പോൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുക, അവർ ഓൾറെഡി അതിന് ക്രെഡിറ്റ് ക്ലെയിം ചെയ്തിട്ടുണ്ടാവും, ITC ക്ലെയിം ചെയ്തിട്ടുണ്ടാവും. ഡിപ്പാർട്ട്മെന്റ് പറയും, നിങ്ങൾ ഇത് വിൽക്കുമ്പോൾ ഞാൻ പറയുന്ന രണ്ട് വാല്യൂസിൽ ഏതാണോ കൂടുതൽ അത് തിരിച്ചടച്ചോണം എന്ന് പറയും. അപ്പൊ എങ്ങനെയാണ് ആ രണ്ട് വാല്യൂസ് കണ്ടുപിടിക്കുക? അയാള് അന്ന് പേ ചെയ്ത ഇൻപുട്ട് ടാക്സ് ആസ് റെഡ്യൂസ്ഡ് ബൈ 5% പെർ ക്വാർട്ടർ. അന്നൊരു എമൗണ്ട് പേ ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻപുട്ട് ടാക്സ് ആയിട്ട്, അതിൽ നിന്ന് 5%, ഇപ്പൊ 2 ക്വാർട്ടർ ഉണ്ടെങ്കിൽ 2 ക്വാർട്ടർ എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. സോ ഈ ഫിഗർ നമുക്ക് കിട്ടും. ദെൻ ട്രാൻസാക്ഷൻ വാല്യൂന്റെ GST, അതായത് സപ്ലൈ നടക്കുമ്പോൾ എത്ര രൂപയ്ക്കാണോ വിൽക്കുന്നത്, എത്ര ശതമാനം ടാക്സ് അടയ്ക്കണോ അത്, ഇതിൽ ഹയർ എടുക്കണം. ക്ലിയർ ആണോ? അത് എന്ത് ചെയ്യണം? പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. പ്രോബ്ലം ചെയ്യുമ്പോൾ സെറ്റ് ആവും. തിയറി ഓക്കെ ആണോ? തിയറി പറഞ്ഞാട്ടെ. തിയറി ഓക്കെ ആണോ? പ്രോബ്ലത്തിലേക്ക് വരാം. നമ്മുടെ A ലിമിറ്റഡ് ബിസിനസ്സുകാരനാണ്. അയാൾ ഒരു പ്ലാന്റ് ആൻഡ് മെഷീനറി സെയിൽ ചെയ്തു. അതായത് ടാക്സബിൾ ഗുഡ്സ് ഒക്കെ മാനുഫാക്ചർ ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന, അതായത് ബിസിനസ് പർപ്പസിന് ഉപയോഗിച്ചിരുന്ന ഒരു പ്ലാന്റ് ആൻഡ് മെഷീനറി അയാൾ സെയിൽ ചെയ്യാണ്. 4 ലക്ഷം രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത്. 18% GST അടയ്ക്കണം. സെയിൽ വാല്യൂ തന്നിട്ടുണ്ട്, അതിന് എത്ര ശതമാനം GST അടയ്ക്കണം എന്നുള്ളത് തന്നിട്ടുണ്ട്. അതായത് ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി തന്നിട്ടുണ്ട്. എന്തിനാണ് തന്നിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ട്രാൻസാക്ഷണൽ വാല്യൂ കണ്ടുപിടിക്കാൻ, കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഹയർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് തന്നിരിക്കുന്നത്. A Limited was purchased this machine. Invoice dated 22nd October 2020 for 5,50,000 plus GST 18%. നമ്മുടെ A Limited ഈ പ്ലാന്റ് ആൻഡ് മെഷീനറി പർച്ചേസ് ചെയ്തത് 22 ഒക്ടോബറിലാണ് 2020. 22 ഒക്ടോബർ 2020. 22 ഒക്ടോബർ 2020 5,50,000 പ്ലസ് GST 18% അടച്ചാണ്, ഇൻപുട്ട് ടാക്സ് അടച്ചാണ് ഇയാൾ ഇത് വാങ്ങിയത്. അപ്പൊ അയാൾ അതിന് തീർച്ചയായിട്ടും ക്ലെയിം ചെയ്തിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം വേണ്ട. അപ്പൊ ഇത് വിൽക്കുമ്പോൾ സെയിൽ ചെയ്യുമ്പോൾ എത്ര രൂപ ഡിപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചടക്കേണ്ടി വരും?
ക്ലെയിം ചെയ്ത ഇൻപുട്ട് ടാക്സ് മുഴുവൻ അടയ്ക്കണോ, അതോ കമ്പയർ ചെയ്ത് ഹയർ ആണോ അടയ്ക്കേണ്ടത് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കണ്ടുപിടിച്ച് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോ 5,50,000 18%, 5,50,000 18% GST അടച്ചാണ് നമ്മുടെ എ ലിമിറ്റഡ് ഇത് വാങ്ങിയത്. അപ്പോൾ ഏകദേശം ഒരു 99,000 രൂപ ഇൻപുട്ട് ടാക്സ് ഇയാൾ അടച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മുടെ റൂള് പ്രകാരം എത്ര കുറയ്ക്കണം ഇതിൽ നിന്ന്? എത്ര കുറയ്ക്കണം? 5% പെർ ക്വാർട്ടർ കുറയ്ക്കണം. 5% പെർ ക്വാർട്ടർ കുറയ്ക്കണം. ഇയാൾ ഇത് വാങ്ങിയ ഇൻവോയ്സ് ഡേറ്റ് തന്നിട്ടുണ്ട് 22nd ഒക്ടോബർ. 22nd ഒക്ടോബറിലാണ് ഇത് വാങ്ങിയത്. അപ്പോൾ ഒക്ടോബർ, നവംബർ, ഡിസംബർ 2020-ലെ 20-ലെ ഒക്ടോബർ, നവംബർ, ഡിസംബർ ഒരു ക്വാർട്ടർ, 2021-ലെ ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഒരു ക്വാർട്ടർ, 2021-ലെ തന്നെ അത് വീണ്ടും എഴുതേണ്ട കാര്യമില്ല, അടുത്ത ക്വാർട്ടർ പറ. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ. നവംബറിലല്ലേ ഇരിക്കുന്നേ? സോ നവംബർ. അപ്പോ 1, 2, 3, 4, 5 ക്വാർട്ടർ ഉണ്ട്. സംശയമുണ്ടോ അതില്? 5 ക്വാർട്ടർ ഉണ്ട്. വാങ്ങിയ അന്ന് മുതൽ വിൽക്കുന്ന അന്ന് വരെ എത്ര ക്വാർട്ടർ ഉണ്ട്? 5 ക്വാർട്ടർ. സംശയമുണ്ടോ അതില്? ക്വാർട്ടർ കണ്ടുപിടിച്ചതില്? ഇല്ല, 5 ക്വാർട്ടർ ഉണ്ട്. നന്ദന 5 ക്വാർട്ടർ അല്ലേ? അപ്പൊ 5 ക്വാർട്ടർ ഉള്ളത് കുറയ്ക്കണം അല്ലേ? 5 into 5%, 5 ക്വാർട്ടർ 5% 25% നമുക്ക് എന്ത് ചെയ്യാം? കുറയ്ക്കാം. അതായത് 99,000-ന്റെ 25%. 99,000 25%. എത്ര വരും? നോക്കിട്ട് പറ. എത്ര വരും? 24,750 ആണോ? 24,750. ശരി, ഇതങ്ങ് എന്ത് ചെയ്യാം? ഇവനെ കുറയ്ക്കാം. അപ്പൊ നമുക്ക് 74,250. അപ്പോ റൂളിലെ ആദ്യത്തെ സംഗതി കിട്ടി. എത്ര രൂപയ്ക്കാ വിൽക്കുന്നത്? 4 ലക്ഷം രൂപയ്ക്കാണ് വിൽക്കുന്നത്. അതിന് 18% GST അടയ്ക്കണം. 72,000. ഇപ്പൊ 2 വാല്യൂസ് കിട്ടി. ഇതിലേതാ ഹയർ? 74. സോ ഈ എമൗണ്ട് എന്ത് ചെയ്യണം? ഡിപ്പാർട്ട്മെന്റിന് പേ ചെയ്യണം. ക്ലിയർ? സെറ്റ് അല്ലേ? ഓക്കെ, ജിബിന, എന്താണ് ക്ലിയർ? ഓക്കെ, ഫൈൻ. അടുത്ത കേസ്. Exempt supply becomes taxable. Exempted ആയിട്ടുള്ള ഒരു സപ്ലൈ ഒരു സുപ്രഭാതത്തിൽ ടാക്സബിൾ ആവുകയാണ്. എക്സംപ്റ്റഡ് ആയിട്ടുണ്ടായിരുന്ന സപ്ലൈ ഒരു സുപ്രഭാതത്തിൽ ടാക്സബിൾ ആവുക. ഇൻപുട്ട് ഹെൽഡ് ഇൻ സ്റ്റോക്ക് തീർച്ചയായിട്ടും നമുക്ക് ITC കിട്ടും. സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ടുള്ള സ്റ്റോക്കുകൾക്ക് നമുക്ക് ITC കിട്ടും. പൂർണ്ണമായിട്ട് കിട്ടും. ക്യാപിറ്റൽ ഗുഡ്സിന് കിട്ടും. 5% പെർ ക്വാർട്ടർ ഫ്രം ദ ഡേറ്റ് ഓഫ് ഇൻവോയ്സ് നമ്മൾ എന്ത് ചെയ്യണം? റെഡ്യൂസ് ചെയ്യണം. 5% പെർ ക്വാർട്ടർ ഫ്രം ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് നമ്മൾ എന്ത് ചെയ്യണം? റെഡ്യൂസ് ചെയ്യും. ഓക്കെ. ഇപ്പൊ ഇവിടെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എക്സംപ്റ്റ് സപ്ലൈ നടത്തുന്ന ആൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യേണ്ട കാര്യമില്ല. ശരിയല്ലേ? ഒരു ഇംപ്ലിക്കേഷനും ഇല്ല. ഓൾറെഡി അയാൾ ക്ലെയിം ചെയ്തിട്ടും ഉണ്ടാവില്ല. ITC ക്ലെയിം ചെയ്തിട്ടും ഉണ്ടാവില്ല. എന്നാൽ അത് ടാക്സബിൾ സപ്ലൈയിലേക്ക് ആവുമ്പോൾ
ക്ലെയിം ചെയ്യാം അല്ലെ, ക്ലെയിം ചെയ്യാം. പക്ഷെ ഈ എക്സംപ്റ്റ് സപ്ലൈ നടത്തിക്കൊണ്ടിരുന്ന ആ സമയത്തെ ഇൻപുട്ട് ടാക്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യണം? ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ബാക്കിയെ ക്ലെയിം ചെയ്യാൻ പറ്റും. പറഞ്ഞ മനസ്സിലായോ? എക്സംപ്റ്റ് സപ്ലൈ ടു ടാക്സബിൾ സപ്ലൈ ആണ് കേസ്. സോ എക്സംപ്റ്റ് സപ്ലൈ നടത്തുന്ന സമയത്ത് നമുക്ക് ഇൻപുട്ട് ടാക്സ് റേറ്റ് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല. ഇത് ടാക്സബിൾ ആകുമ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ക്ലെയിം ചെയ്യാം. പക്ഷെ എൻറ്റയർ എമൗണ്ടിന് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. കാരണം ആ എക്സംപ്റ്റ് സപ്ലൈ ടു ടാക്സബിൾ സപ്ലൈ ആ ഒരു പീരീഡിൽ അതിലെ ക്രെഡിറ്റ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ബാക്കിക്ക് ക്ലെയിം ചെയ്യാം. ബാക്കി എത്രയുണ്ടോ, ബാക്കി യൂസ്ഫുൾ ലൈഫ് എത്രയാണോ അതിന് മാത്രമേ ക്ലെയിം ചെയ്യാൻ പറ്റൂ. പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആവും. അതിന്റെ നേരെ റിവേഴ്സ് ആണ് ടാക്സബിൾ ആയിരുന്നത് എക്സംപ്റ്റഡ് ആവും. ഒന്നുകൂടി പറയാം, ശ്രദ്ധിച്ചോ. രണ്ട് കേസാണ്. എവിടെ ഒന്ന് കാണിക്കാം. രണ്ട് കേസ് ഉണ്ട്. എക്സംപ്റ്റഡ് ആയിരുന്നത് ടാക്സബിൾ ആകുന്ന കേസ്. എക്സംപ്റ്റഡ് ആയിരുന്നത് ടാക്സബിൾ ആവുന്ന കേസിൽ ആ എക്സംപ്റ്റഡ് പീരീഡിലെ ക്രെഡിറ്റ് നമുക്ക് കിട്ടില്ല. എക്സംപ്റ്റഡ് പീരീഡിലെ ക്രെഡിറ്റ് നമുക്ക് എന്ത് ചെയ്യില്ല? കിട്ടില്ല. എന്നാൽ ടാക്സബിൾ, രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ടാക്സബിൾ ആയിരുന്നത് എക്സംപ്റ്റഡ് ആവുകയാണ്. അപ്പൊ ഈ ടാക്സബിൾ പീരീഡിലെ ക്രെഡിറ്റ് നമുക്ക് കിട്ടും. ഈ എക്സംപ്റ്റഡിലേക്ക് പോകുമ്പോൾ ആ ഒരു ലൈഫിലെ ക്രെഡിറ്റ് നമ്മൾ എന്ത് ചെയ്യണം? റിവേഴ്സ് ചെയ്യണം. ഇതാണ് സാഹചര്യം. അപ്പൊ ഞാൻ ആദ്യം പറയാൻ പോകുന്നത് ഈ രണ്ടാമത്തെ കേസാണ്. അതിന്റെ ഒരു പ്രോബ്ലം ആണ് ആദ്യം ചെയ്യിപ്പിക്കാൻ പോകുന്നത് കേട്ടോ. അതായത് ടാക്സബിൾ എക്സംപ്റ്റഡ് ആവുന്ന സാഹചര്യം. ശ്രദ്ധിച്ചിരിക്കണേ. സിമ്പിൾ ആണ്. ഒന്നും പേടിക്കൊന്നും വേണ്ട, സിമ്പിൾ ആണ്. ശ്രദ്ധിച്ചിട്ട് The goods manufactured by Royal Limited have been exempted from GST with effect from 15th November 2021. റോയൽ ലിമിറ്റഡ് മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഗുഡ്സ് GSTയിൽ നിന്നും എക്സംപ്റ്റഡ് ആയി. 15th November 2021 എക്സംപ്റ്റഡ് ആവുന്നത്. Earlier, these goods were liable to tax at 18%. നേരത്തെ, അതായത് എക്സംപ്റ്റഡ് ആവുന്നതിന് മുമ്പ് ഈ ഗുഡ്സ് 18% GSTക്ക് ലൈബിൾ ആയിരുന്നു. ഇത് വാങ്ങിച്ചത് 12%. ഈ ഒരു ക്യാപിറ്റൽ ഗുഡ്സ് മേടിച്ചത്, അല്ലെങ്കിൽ ഈ ഒരു ഗുഡ്സുകൾ മേടിച്ചത് 12% GST ഇൻപുട്ട് ടാക്സ് അടച്ചിട്ടുമായിരുന്നു. Following information is supplied on 15th November 2021. കുറച്ച് കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. അതായത് അയാളുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് അയാൾ കുറച്ച് സ്റ്റോക്കും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കുന്നത്. ഇൻപുട്ട് കോസ്റ്റിംഗ് 1,44,720, 1,44,720 രൂപ വില വരുന്ന സ്റ്റോക്ക് ഇയാൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. ITC കിട്ടും, നോ പ്രോബ്ലം. 1,44,720 ഇയാൾ 12% GST കൊടുത്തിട്ടാണ് മേടിച്ചത്. ബിസിനസിന് വേണ്ടിയിട്ട്, ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട്, ടാക്സബിൾ ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും കിട്ടും. 77,184 രൂപ കൊടുത്ത് കുറച്ച് ഇൻപുട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് സെമി ഫിനിഷ്ഡ് അല്ലെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സ് ആയിരിക്കും. അതിന് 12% GST കൊടുത്താണ് അത് മേടിച്ചത്, ഇൻപുട്ട് ടാക്സ് കൊടുത്താണ് മേടിച്ചത്. അതിനും ITC കിട്ടും, നോ പ്രോബ്ലം. Finished goods valuing 4,82,400 are in stock. The input cost is 50% of the value. 4,82,400 രൂപയുടെ ഫിനിഷ്ഡ് ഗുഡ്സ് ഇരിപ്പുണ്ട്. ഇത് സെമി ഫിനിഷ്ഡ് ആണ്, ഇത് ഫിനിഷ്ഡ് ആണ്. 4,82,400 രൂപയുടെ. അതിന് 12% GST കൊടുത്താണ് മേടിച്ചത്. പക്ഷെ അതിന്റെ 50% ക്രെഡിറ്റ് എടുക്കുന്നുള്ളൂ കേട്ടോ. ഇവർ 50% ക്രെഡിറ്റ് എടുക്കുന്നുള്ളൂ. ITC കിട്ടും, 50% കിട്ടുന്നുള്ളൂ കേട്ടോ. 50% കിട്ടുള്ളൂ. പ്രത്യേകം പറയുന്നുണ്ട്, അങ്ങനെ പ്രത്യേകം പറയും.
ഇതൊക്കെ ഇവിടെ കിടക്കട്ടെ, ഇപ്പൊ മൈൻഡ് ചെയ്യണ്ട, അപ്പൊ പറയാം. ഇതാണ് ക്യാപിറ്റൽ ഗുഡ്സ്. റോയൽ ലിമിറ്റഡ് ക്യാപിറ്റൽ ഗുഡ്സ് പർച്ചേസ് ചെയ്തു എന്നാണ് പറയുന്നത്. ഇവിടാണ് കളി വരുന്നത്. റോയൽ ലിമിറ്റഡ് ക്യാപിറ്റൽ ഗുഡ്സ് പർച്ചേസ് ചെയ്തിരുന്നു. 2 ലക്ഷം രൂപ വില വരുന്ന ക്യാപിറ്റൽ ഗുഡ്സ് ആണ് പർച്ചേസ് ചെയ്തത്. 28% GST അടച്ചാണ് പർച്ചേസ് ചെയ്തത്. 2 ലക്ഷം രൂപയുടെ ഗുഡ്സ് ക്യാപിറ്റൽ ഗുഡ്സ് 28% GST അടച്ചാണ് ഇയാൾ പേ ചെയ്തത്. എത്ര രൂപ അടച്ചിട്ടുണ്ടാവും അപ്പൊ? അതൊക്കെ അത് പിന്നെ കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് പ്രോബ്ലത്തിലേക്ക് വരാം. അപ്പോ ടാക്സബിൾ ആയിരുന്നത് എക്സംപ്റ്റഡിലേക്ക് മാറുമ്പോൾ ഈ എലിജിബിൾ ആയിട്ടുള്ള ITC എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ച് റിവേഴ്സ് ചെയ്യണം. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? എക്സംപ്റ്റഡ് ആയിരുന്നത് ടാക്സബിൾ ആയിരുന്നത് എക്സംപ്റ്റഡിലേക്ക് പോകുന്ന സാഹചര്യമാണ്. അപ്പോൾ നമ്മൾ ക്ലെയിം ചെയ്തിട്ടുള്ള ITC എല്ലാം തിരിച്ചെന്ത് ചെയ്യണം? റിവേഴ്സ് ചെയ്യണം. ഞാൻ അതല്ല ഞാൻ പറഞ്ഞ ഇവിടെ ടാക്സബിൾ ആയിരുന്നത് എക്സംപ്റ്റഡിലേക്ക് പോകുമ്പോൾ നമുക്ക് ഓൾറെഡി കിട്ടിയിരുന്ന ITC എല്ലാം എന്ത് ചെയ്യണം? റിവേഴ്സ് ചെയ്യണം. ഡിപ്പാർട്ട്മെന്റിലേക്ക് റിവേഴ്സ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പൊ ഇയാള് ആദ്യം ഒരു 1,44,720 12% GST പേ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഒരു 17,366 രൂപ വരും. അത് തിരിച്ച് പേ ചെയ്യണം. കാരണം ടാക്സബിൾ ആയിരുന്നത് എക്സംപ്റ്റഡ് ആയിട്ട് മാറി. എക്സംപ്റ്റഡ് ആയിട്ട് മാറി കഴിഞ്ഞാൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഇതുവരെ ക്ലെയിം ചെയ്ത് എന്ത് ചെയ്യണം? റിവേഴ്സ് ചെയ്യണം. അതുപോലെ ഇൻ പ്രോസസ് സെമി ഫിനിഷ്ഡ് 77,184 രൂപയുടെ ഗുഡ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. 12% GST അടച്ചാണ് മേടിച്ചത്. 9,262 രൂപ എന്ത് ചെയ്യണം? റിവേഴ്സ് ചെയ്യണം. ഫിനിഷ്ഡ് ഗുഡ്സ് 4,82,400 രൂപ 12% GST അടച്ചാണ് മേടിച്ചത്. പക്ഷെ അതിന്റെ എൻറ്റയർ ക്രെഡിറ്റ് വേണ്ടി എടുത്തില്ല, 50% എടുക്കുന്നുള്ളൂ. സോ 28,944 നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ച് റിവേഴ്സ് ചെയ്യണം. ക്യാപിറ്റൽ ഗുഡ്സ് ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ക്യാപിറ്റൽ ഗുഡ്സ് ഇവിടെ വരെ സംശയം ഉണ്ടോ? ഒന്ന് പറഞ്ഞേ. ഇവിടെ വരെ സംശയം ഉണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം. നോ പ്രോബ്ലം. ക്ലിയർ ആണോ എന്ന് പറ. ക്ലിയർ ആണ്? ഏതാ കേസ്? ഏത് സാഹചര്യം? ടാക്സബിൾ പേഴ്സൺ എക്സംപ്റ്റഡ് പേഴ്സൺ ആവുന്ന സാഹചര്യം. അങ്ങനെ തന്നെ പഠിക്കണം. ഓക്കെ, ടാക്സബിൾ ടു എക്സംപ്റ്റ്. ക്യാപിറ്റൽ ഗുഡ്സ് ഇയാൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ക്യാപിറ്റൽ ഗുഡ്സ് ഇയാൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. 2 ലക്ഷം രൂപയുടെ ക്യാപിറ്റൽ ഗുഡ്സ് 28% GST കൊടുത്താണ് ഇയാൾ മേടിച്ചത്. എൻറ്റയർ ക്രെഡിറ്റും അയാൾക്ക് റിവേഴ്സ് ചെയ്യണം. വേണ്ട. അയാൾ ആ ടാക്സബിൾ പീരീഡിൽ ആ ക്യാപിറ്റൽ ഗുഡ്സ് ഉപയോഗിച്ചിരുന്നു. അതെന്ത് ചെയ്യാം? നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഇനിയുള്ള പീരീഡ് എക്സംപ്റ്റഡ് ആയതിനു ശേഷം ആ ക്യാപിറ്റൽ ഗുഡ്സ് നമുക്ക് ഉപയോഗിക്കണം. ആ പീരീഡിലെ ക്രെഡിറ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? റിവേഴ്സ് ചെയ്യണം. നിങ്ങൾ ടാക്സബിൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ഉപയോഗിച്ച ആ ഒരു പീരീഡ് ഉണ്ടല്ലോ, ആ ക്യാപിറ്റൽ ഗുഡ്സ് ഉപയോഗിച്ച ആ ഒരു കാലയളവ് ഉണ്ടല്ലോ, ടാക്സബിൾ നിന്ന് എക്സംപ്റ്റഡ് ആവുന്നത് വരെയുള്ള ആ കാലയളവിലും ഈ ക്യാപിറ്റൽ ഗുഡ്സ് അയാൾ ഉപയോഗിച്ചിട്ടുണ്ട്. ആ സമയത്തെ ക്രെഡിറ്റ് നിങ്ങൾ എടുത്തോ. അത് നിങ്ങൾ തിരിച്ചടയ്ക്കണ്ട. അത് നിങ്ങൾ എടുത്തോ. ബാക്കി പീരീഡിലെ എക്സംപ്റ്റഡ് ആയതിനു ശേഷമുള്ള പീരീഡിലെ എന്ത് ചെയ്യണം? റിവേഴ്സ് ചെയ്തു. അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ 60 ദിവസമാണ് ഒരു ക്യാപിറ്റൽ ഗുഡ്സിന്റെ യൂസ്ഫുൾ ലൈഫ് എന്ന്, അതായത് 5 വർഷം. ഇവിടെ അയാൾ എത്ര മാസം അത് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയാമോ? ഇത് വാങ്ങുന്നത് എനിക്ക് തോന്നുന്നു 10 ജൂലൈയിലാണ്. എക്സംപ്റ്റഡ് ആവുന്നത് 15th November 2021. സോ ജൂലൈ 2021 ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ 2021 തന്നെ ഒക്ടോബർ നവംബർ അല്ലെ? ഇപ്പൊ എത്ര മാസം ഉപയോഗിക്കുന്നുണ്ട്? ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ. 5 മാസം ഉപയോഗിക്കുന്നുണ്ട്. 5 മാസത്തെ. അപ്പൊ 5 മാസത്തെ ക്രെഡിറ്റ് നിങ്ങൾ എടുത്തോ. നിങ്ങൾ 5 മാസം ആ ഗുഡ്സ് ഉപയോഗിച്ച് ആ ക്യാപിറ്റൽ ഗുഡ്സ് ഉപയോഗിച്ച് ടാക്സബിൾ സപ്ലൈ നടത്തിയല്ലേ? സോ ആ ക്രെഡിറ്റ് എടുത്തോ. അതെടുത്തോ. ബാക്കിയുള്ളത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? റിവേഴ്സ് ചെയ്താൽ മതി.
അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? അതിന് പ്രപ്പോർഷനേറ്റ് കാണാൻ പോവാം. സോ 60ൽ നിന്ന് 5 കുറയ്ക്കുക, 55 വരും. 55 മാസത്തേക്കുള്ള എന്ത് ചെയ്യണം? നിങ്ങൾ റിവേഴ്സ് ചെയ്യണം. അപ്പൊ 51,333 വരും. 51,333. ക്ലിയർ ആണോ? അപ്പൊ സംഗതി വഴി കിട്ടിയോ? ഫുള്ള് ക്രെഡിറ്റ് റിവേഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ തർക്കിക്കും. എന്താ നമ്മൾ പറയാൻ പോകുന്നത്? സാറേ, ടാക്സബിൾ ഗുഡ്സ് ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ് 5 മാസക്കാലം. അപ്പൊ അത് ഞങ്ങളുടെ ആ ക്രെഡിറ്റ് ഞങ്ങൾക്ക് തിരിച്ചു തരാൻ റിവേഴ്സ് ചെയ്യാന്ന് പറയുന്ന നടപടിയുള്ള കാര്യമില്ല. അപ്പൊ ഡിപ്പാർട്ട്മെന്റ് പറയും, അത് ശരിയാ, ന്യായമായിട്ടുള്ള കാര്യമാണ്, നിങ്ങൾ അത് തരണ്ട, ബാക്കിയുള്ള പീരീഡിലെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് തന്നു. സോ അതെന്ത് ചെയ്യണം? നമ്മൾ റിവേഴ്സ് ചെയ്യണം. തെറ്റായോ? കേസായിട്ട് മനസ്സിലായോ? പറഞ്ഞു. എനിക്കൊരു സംശയമുണ്ട്, നിങ്ങൾക്കത് ക്ലിയർ ആണെങ്കിൽ മാത്രമേ ക്ലിയർ ആണെന്നുണ്ടാവും. ക്ലിയർ ആണെങ്കിൽ മാത്രം. ഓക്കെ, നന്ദന ഓക്കെ ആണ്. ജിബിന ക്ലിയർ ആണെങ്കിൽ മാത്രം ക്ലിയർ ക്ലിയർ ആണ്. ഓക്കെ, അപ്പോ എമൗണ്ട് ടു ബി പെയ്ഡ് ബൈ റോയൽ ലിമിറ്റഡ് എന്ന് പറയുന്നത് 1,06,906 ആണ്. അപ്പോൾ 1,06,906 ഇയാൾ എക്സംപ്റ്റഡ് ആവുമ്പോൾ ഡിപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചറിയാം. നമ്മുടെ കയ്യിൽ ഓൾറെഡി കുറച്ച് എമൗണ്ട് കഴിഞ്ഞ വർഷത്തെ എങ്ങാണ്ട് ക്യാരി ഫോർവേഡ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. ക്രെഡിറ്റ് 2,79,104 നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. ITC അവൈലബിൾ എത്രയായിരുന്നു? 2,79,104. 2,79,104 നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് റിവേഴ്സ് ചെയ്യേണ്ട എത്രയാ? നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 106,906. 106,906. ഇപ്പോ ബാക്കിയുണ്ടോ? ബാക്കി എത്ര അടച്ചാൽ മതി നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലേക്ക്? ബാക്കി എത്ര അടച്ചാൽ മതി? പറഞ്ഞേ, ബാക്കി എത്ര അടച്ചാൽ മതി? ഇത്ര നമ്മൾ പേ ചെയ്യാൻ പോയപ്പോഴാണ് അയ്യോ, നമ്മൾക്ക് കഴിഞ്ഞ വർഷത്തെ ക്രെഡിറ്റ് ക്യാരി ഫോർവേഡ് ചെയ്ത് വന്നത് കിടപ്പുണ്ടല്ലോ എന്നുള്ളത് നമ്മൾ ഓർത്തത്. സോ എന്ത് ചെയ്യുന്നു? സെറ്റ് ഓഫ് ചെയ്യുന്നു. എത്ര വരും ബാക്കി അടയ്ക്കാൻ? മൈനസ് ചെയ്തു. എത്ര വരും? എത്ര വരും? എത്ര വരും? എത്ര വരും? ഹലോ, ലൈനിലുണ്ടോ? ഒന്ന് 172 ഇതാണോ ആൻസർ? നോക്കാവേ. ഇതാ. അയ്യോ, അല്ല, എക്സസ് ക്രെഡിറ്റ് അല്ലേ വരുന്നത്? സോറി, ഡിപ്പാർട്ട്മെന്റിലേക്കല്ല, നമ്മുടെ ITC അല്ലേ കൂടുതലുള്ളത്. അപ്പൊ എക്സസ് ITC വരുള്ളേ. അതെന്താ എന്നാ തിരുത്താഞ്ഞേ? എന്നാ തിരുത്താഞ്ഞ? എന്നാ എക്സസ് ITC, അതായത് 2,79,104 നമ്മുടെ കയ്യിലുണ്ട്. അടയ്ക്കാൻ എത്രയേ ഉള്ളൂ? 1,00,000 ചില്ലുവാനേ ഉള്ളൂ. അപ്പൊ ബാക്കി എക്സസ് ITC വരും, ക്യാരി ഫോർവേഡ്. ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചിട്ടുണ്ട്. 29,104 നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് എങ്കിൽ, അതായത് ക്യാരി ഫോർവേഡ് ചെയ്ത് വന്ന ITC 29,104 ആണെങ്കിൽ എത്രയായിരിക്കും ലൈബിലിറ്റി വരുമായിരിക്കും അല്ലെ? അതും കൂടെ ഒന്ന് കണ്ടുപിടിച്ച് വെച്ചേരാം. ഇവിടെ ചെയ്തിട്ടുണ്ട് അവര്. എമൗണ്ട് പേയബിൾ ടു ഡിപ്പാർട്ട്മെന്റ് 77,800. പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ, തന്നെ ചെയ്യാവുന്നല്ലേ ഉള്ളൂ. തന്നെ ചെയ്യാവുന്നല്ലേ. നമ്മുടെ ഈ എക്സസ് ITC ക്യാരി ഫോർവേഡ് ചെയ്യുന്ന ഒന്ന് കുറവാണ്. ലൈബിലിറ്റി 1,00,000 ചില്ലുവാനുണ്ട്. സോ ബാക്കി വരുന്ന എക്സസ് എമൗണ്ട് പേ ചെയ്യേണ്ടതായിട്ട് വരും.
പേയബിൾ ആണ്. കഴിഞ്ഞെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്തതിലേക്ക് പോയാലോ? A garment factory rule 42-43 category വരുന്ന പ്രോബ്ലം ആണ്. A garment factory receives a government order for making uniforms for a commando unit. This supply is exempted from tax under special notification. The fabric is separately procured for the supply, but thread and lining material for the collars are the ones which are used for other taxable products of the factory. നമ്മുടെ ഒരു ഗാർമെന്റ് ഫാക്ടറി ഗവൺമെന്റിന്റെ ഓർഡർ റിസീവ് ചെയ്തിരിക്കുകയാണ്. യൂണിഫോം, അതായത് കമാൻഡോ യൂണിറ്റ്സിന് യൂണിഫോം മേക്ക് ചെയ്യാനാണ്, ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, ഓർഡർ കൊടുത്തിരിക്കുന്നത്. ഈ സപ്ലൈ എന്ന് പറയുന്നത് എക്സംപ്റ്റഡ് ആണ്. സ്പെഷ്യൽ നോട്ടിഫിക്കേഷൻ പ്രകാരം കമാൻഡോ യൂണിറ്റിന് യൂണിഫോം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് GST എക്സെപ്റ്റഡ് സപ്ലൈ ആണ്. ദ ഫാബ്രിക് ഈസ് സെപ്പറേറ്റ്ലി പ്രൊക്യൂർഡ് ഫോർ ദ സപ്ലൈ. സോ ഈ കമാൻഡോ യൂണിറ്റിന് വേണ്ട ഫാബ്രിക്സ് എടുക്കുന്നത് സെപ്പറേറ്റ് ആയിട്ടാണ്. ഫാബ്രിക്സ് മാത്രമേ സെപ്പറേറ്റ് ആയിട്ട് എടുക്കൂ. ത്രെഡും ലൈനിങ് മെറ്റീരിയലും എടുക്കുന്നത് അവരുടെ ബാക്കിയുള്ള ടാക്സബിൾ സപ്ലൈക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, ബാക്കിയുള്ള മെറ്റീരിയൽസ്, അതായത് ത്രെഡും ലൈനിങ് മെറ്റീരിയലും എല്ലാം വാങ്ങുന്നത് യൂണിഫോം പ്രൊഡ്യൂസ് ചെയ്യാൻ മാത്രമല്ല, മേക്ക് ചെയ്യാൻ മാത്രമല്ല, ബാക്കി അവർ വേറെ പലതരത്തിലുള്ള ഉടുപ്പുകൾ ഉണ്ടാക്കുന്നുണ്ടാവും, അതിനു കൂടി വേണ്ടിയിട്ടാണ്. ഓക്കെ, അതാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. ടേൺ ഓവർ വന്നിട്ടുണ്ട്. ടേൺ ഓവർ ഓഫ് ദി അതർ പ്രൊഡക്ട്സ് ഓഫ് ദി ഫാക്ടറി ആൻഡ് ഫ്രം എക്സംപ്റ്റഡ് യൂണിഫോം ജൂലൈ ഈസ് 4 crore. അതായത് അതർ പ്രൊഡക്ട്സ് വിൽക്കുന്ന വകയിൽ അവർക്ക് വരുന്ന ടേൺ ഓവർ എന്ന് പറയുന്നത് 4 കോടിയാണ്. എക്സംപ്റ്റഡ് ഗുഡ്സ് കിട്ടുന്ന വകയിൽ, വിൽക്കുന്ന വകയിൽ അയാൾക്ക് കിട്ടുന്നത് 1 കോടി രൂപ. ITCയുടെ, അതായത് ത്രെഡും ലൈനിങ് മെറ്റീരിയലും വാങ്ങുന്നതിന്റെ ITC വന്നിട്ടുണ്ട് 5000, 15000. ത്രെഡും ലൈനിങ് മെറ്റീരിയലും കോമൺ ക്രെഡിറ്റ് ആണ് അല്ലെ. സോ ഇത് കോമൺ ക്രെഡിറ്റ് അല്ലേ? ഈ ത്രെഡും മെറ്റീരിയലും ടാക്സബിൾ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാനും എക്സംപ്റ്റഡ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാനും അയാൾ ഉപയോഗിക്കുന്നില്ലേ? ആൻസർ എന്നോട്, ആൻസർ പറ, ഇനി എന്നോട് പറ. ലൈനിങ് മെറ്റീരിയലും ത്രെഡും ടാക്സബിൾ ഗുഡ്സ് ഉണ്ടാക്കാനും എക്സംപ്റ്റഡ് ഗുഡ്സ് ഉണ്ടാക്കാനും അവർ ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലേ? എക്സംപ്റ്റഡ് ഗുഡ്സ് എന്ന് പറയുന്ന യൂണിഫോം ആണ്. ഉണ്ടോ? ഉപയോഗിക്കുന്നുണ്ടോ? പറയ. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് പറഞ്ഞാൽ ഉപയോഗിക്കുന്നുണ്ട്. മന്ത്രം പറയുന്നുണ്ട്. ജിബിനെയോ? ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ 15000, 5000 എന്ന് പറയുന്നത്, അതായത് 20000 എന്ന് പറയുന്നത് കോമൺ ക്രെഡിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ എക്സംപ്റ്റഡ് പോർഷൻ എങ്ങനെ കണ്ടുപിടിക്കുന്നതാണ് എന്റെ ചോദ്യം. റൂൾ 42 അപ്ലൈ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഇതിലെ എക്സംപ്റ്റ് സപ്ലൈയുടെ പോർഷൻ എങ്ങനെ കണ്ടുപിടിക്കും? 20000 എന്ന് പറയുന്നത് ടോട്ടൽ ടേൺ ഓവർ 4+1 എത്രയാ? 5 crore എക്സംപ്റ്റഡ് സപ്ലൈ ആയിട്ടുള്ള 1 crore എത്ര ചെയ്താൽ പോരെ? 20 ലക്ഷം എന്നാണ്. 20000 എന്ന് പറയുന്നത് 20000 കോമൺ ക്രെഡിറ്റ് 5 crore എക്സംപ്റ്റഡ് സപ്ലൈയുടെ ടേൺ ഓവർ ആയിട്ടുള്ള 1 crore എത്ര എന്നുള്ളത് കണ്ടുപിടിച്ചാൽ മതി. എത്ര വരും? 4000 രൂപ ഇൻഎലിജിബിൾ ക്രെഡിറ്റ്. 4000 ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയുടെ കൂടെ ആഡ് ചെയ്ത് ടാക്സ് പേ ചെയ്യണം. ഡൗട്ട് ഉണ്ടോ? എനി ഡൗട്ട്സ്? 5000 എങ്ങനെ കിട്ടി? 5000 എവിടെ നിന്ന് വന്നു? 4 കോടി വെച്ചാണോ ഡിവൈഡ് ചെയ്തത്? ഓക്കെ നന്ദന,
കറക്റ്റ് കിട്ടിയോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അയാളുടെ എലിജിബിൾ ക്രെഡിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ടോട്ടൽ 20,000 ആയിരുന്നു, അതിൽ നിന്ന് 4,000 പോകും, ഇൻഎലിജിബിൾ ആണ്. സോ 16,000 ആണ് അയാളുടെ എലിജിബിൾ ക്രെഡിറ്റ്. രണ്ടാമത്തെ ചോദ്യം, MS J Limited being a manufacturer purchased machinery worth 10 lakh on which GST 1,80,000 is paid. The manufacturer has following two options. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു പ്ലാന്റ് ആൻഡ് മെഷീനറി അല്ലെങ്കിൽ ഒരു മെഷീനറി പർച്ചേസ് ചെയ്യുന്ന സമയത്ത് 2 ഓപ്ഷൻ ആണ് ഉള്ളത്. എന്തൊക്കെയായിരുന്നു ആ ഓപ്ഷൻ? ഒന്നുകിൽ വാല്യൂവും GSTയും ചേർന്നിട്ടുള്ള വാല്യൂവിന് ഡിപ്രീസിയേഷൻ കാണുക, എൻറ്റയർ വാല്യൂവിന് ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യുക. അതായത് 11,80,000 പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ 15% അതിന് ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്തു പോവുക. അല്ലെങ്കിലോ മെഷീന്റെ കോസ്റ്റിന് ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യുക, ആ 1,80,000 GST അടച്ചില്ലേ അതിന് ITC ക്ലെയിം ചെയ്യുക. ഇതിലേതെങ്കിലും ഒരു ഓപ്ഷനെ അവൈലബിൾ ഉള്ളൂ, 2 ഓപ്ഷൻ കൂടെ ഒന്നും എടുക്കാൻ പറ്റും കേട്ടോ. ഞാൻ പറഞ്ഞല്ലായിരുന്നു ക്ലാസ്സിൽ, പറഞ്ഞല്ലായിരുന്നു? ഒന്നെങ്കിൽ എൻറ്റയർ വാല്യൂവിന് GST കൂടി ആഡ് ചെയ്തിട്ടുള്ള വാല്യൂവിന് ഡിപ്രീസിയേഷൻ റേറ്റിൽ ഡിപ്രീസിയേഷൻ കാണുക, അതല്ലെങ്കിൽ മെഷീന്റെ കോസ്റ്റിന് ഡിപ്രീസിയേഷൻ കണ്ടിട്ട് ITC GST പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ITC ക്ലെയിം ചെയ്യും. ഓക്കെ, അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആണ് മറ്റൊരു ഏരിയ, ടൈം ലിമിറ്റ് ടു ക്ലെയിം ആൻഡ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ടൈം ലിമിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാനുള്ള ടൈം ലിമിറ്റ് earlier of 2 dates given below. ഇതിൽ earlier ആണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ഇതിൽ earlier ഏതാണോ ആ ഡേറ്റ്. ഫസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 30th November ഓഫ് ദി നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ. പുതിയതാണ്, പുതിയ പ്രൊവിഷൻ ആണ്. 30th November ഓഫ് ദി നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ. അതുമല്ലെങ്കിൽ the date of filing annual return in form GSTR 9 relating to that financial year. ആ ഫിനാൻഷ്യൽ ഇയറിലെ ആനുവൽ റിട്ടേൺ, അതായത് GSTR 9 ഫയൽ ചെയ്യുന്ന ഡേറ്റ്. ഇതിൽ ഏറ്റവും ആദ്യം ഏതാണോ ആ ഡേറ്റ് ആണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാനുള്ള ടൈം ലിമിറ്റ്. ഒന്നുകിൽ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിലെ 30th November, അല്ലെങ്കിൽ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇയറിലെ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഡേറ്റ്. ഇതിൽ ഏറ്റവും ഏർലിയർ ഏതാണോ ഇതായിരിക്കും ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. ഒരു എക്സാമ്പിൾ നോക്കിയോ, XY Corporation, a buyer with a purchase invoice dated 8th December 2021. 8th December 21 എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ ഇയർ ഏതാ? 21-22 ആണ് അല്ലെ. 8th December എന്ന് പറയുമ്പോൾ 1st April 2021 to 31st March 2022 ഇതിനിടയ്ക്കാണ് വരുന്നത്. സോ 21-22 ആണ് ഫിനാൻഷ്യൽ ഇയർ. വാണ്ട് ടു ക്ലെയിം GST പെയ്ഡ് ഓൺ ദാറ്റ് പർച്ചേസ്. അന്ന് ഇൻവോയ്സിൽ പേ ചെയ്ത ആ ഇൻപുട്ട് ടാക്സിന് ഇയാൾക്ക് ക്രെഡിറ്റ് എടുക്കണമെന്നാണ് പറയുന്നത്. ഇയാൾക്ക് അതിന്റെ ക്രെഡിറ്റ് ക്ലെയിം ചെയ്യണം. 21-22 സാമ്പത്തിക വർഷത്തിൽ ഇയാൾ ഒരു പർച്ചേസ് നടത്തി. 8th Decemberലാണ് ഇയാൾ പർച്ചേസ് ചെയ്തത്. അന്നേ ദിവസം അയാൾ പേ ചെയ്ത ഇൻപുട്ട് ടാക്സ് അയാൾക്ക് ക്ലെയിം ചെയ്യണം. എന്ന് ക്ലെയിം ചെയ്യാൻ പറ്റും? ഏതൊക്കെ ഡേറ്റുകളാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്? നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ 21-22 എന്ന് പറയുമ്പോൾ അതിന്റെ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുമ്പോൾ നിങ്ങൾ 23 എടുക്കരുത്, 2023 പോരുത്. 22-ലെ 30th November, 2022-ലെ 30th November എടുക്കുക. ദെൻ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഡേറ്റ് 21-22-ലെ GSTയുടെ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഡേറ്റ് 31st December ആണ്. 31st December 2022. ഇതിൽ ഏറ്റവും ഏർലിയർ ഏതാ? 30th November ആണ്. സോ ഇതാണ് ലാസ്റ്റ് ഡേറ്റ് GST ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാനുള്ള ഒരു ഫിനാൻഷ്യൽ ഇയറിലെ റിട്ടേൺ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 30th November 2020. ഈ ഒരു പ്രോബ്ലം പ്രകാരം ക്ലിയർ ആണോ? ക്ലിയർ ആണോ? പറഞ്ഞേ, ഒരെണ്ണം ചെയ്യിപ്പിക്കാം. ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിന്റെ 30th എന്ന് പറയുമ്പോൾ നിങ്ങൾ 2023 പോവരുതേ. ഇവിടെ ആൻസർ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതിനുശേഷം അയാൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല.
നമ്മുടെ എക്സ് ലിമിറ്റഡ് പർച്ചേസ്ഡ് ഇൻപുട്ട് ഫോർ 2 lakh. നമ്മുടെ എക്സ് ലിമിറ്റഡ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്, എന്തോ പർച്ചേസ് ചെയ്തിട്ടുണ്ട് 2 ലക്ഷം രൂപയ്ക്ക്. ഫസ്റ്റ് ഡിസംബർ 2021 പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഡിസംബർ 2021 എന്ന് പറയുമ്പോൾ 21-22 ആണ് അല്ലെ, 21-22 ആണ്. അയാൾ അതിന്റെ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്തിരിക്കുന്നത്, അതായത് 21-22 ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്തിരിക്കുന്നത് 15th September 2022 ആണെന്ന് പറയുന്നത്. 15th September 2022. And return for September 22 has been filed 19th October 2022. സെപ്റ്റംബറിലെ റിട്ടേൺ ഫയൽ ചെയ്തിരിക്കുന്നത് 19th ഒക്ടോബറിലാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് പഴയ പ്രൊവിഷൻ പ്രകാരമുള്ള പ്രോബ്ലം ആണ്. പഴയ പ്രൊവിഷൻ. ഇപ്പോഴത്തെ പ്രൊവിഷൻ പ്രകാരമാണെങ്കിൽ ഇവിടെ വരേണ്ടിയിരുന്നത് 30th November ആണ്. ഈ 19th ഒക്ടോബറിന് പകരം 30th November ആയിരുന്നു വരേണ്ടത്. ഓക്കെ, അത് ചിലപ്പോൾ ഇനി മാറിയേക്കാം. അത് ഡിപ്പാർട്ട്മെന്റ് ആണ്, കൗൺസിലാണ് തീരുമാനിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയേക്കാം. സോ ഇവിടെ 30th November പകരമാണ് ഈ ഒരു ഡേറ്റ് തന്നിരിക്കുന്നത്, സെപ്റ്റംബർ മാസത്തെ റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഡേറ്റ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഏതൊക്കെ ഡേറ്റ് ആണ് കമ്പയർ ചെയ്യേണ്ടത്? 19th ഒക്ടോബറും ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുന്ന 15th September. ഇതിന് പകരമാണ് 30th November വന്നിരിക്കുന്നത്. ഇതാണെങ്കിലും ഏർലിയർ ഏതാ വരിക? 15th September ആണ് വരിക. ശരിയല്ലേ? ടൈം ലിമിറ്റ് ഏതാണ്? 30th November നോക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞല്ലോ. അത് 30th November ആണ് നോക്കേണ്ടതെങ്കിലും ഈ പ്രോബ്ലത്തിൽ ഏർലിയർ 15th September ആണ് കേട്ടോ. നിങ്ങൾ 30th November പഠിച്ചാൽ 30th November ഓഫ് നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ ഓർ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഡേറ്റ്. MS എക്സ് ലിമിറ്റഡ് അടുത്തേക്ക് പോയാലോ? MS എക്സ് ലിമിറ്റഡ് മാനുഫാക്ചേഴ്സ് ഓഫ് ടെക്സ്റ്റൈൽ പ്രൊഡക്ട്സ്. MS ലിമിറ്റഡ് എന്ന് പറയുന്നത് ടെക്സ്റ്റൈൽ പ്രൊഡക്ട്സിന്റെ മാനുഫാക്ചേഴ്സ് ആണ്. കമ്പനി റിസീവ്ഡ് ഓർഡർ ഫ്രം ദി ഗവൺമെന്റ് ടു സപ്ലൈ ഗുഡ്സ് ടു ഡിഫൻസ്. കമ്പനി ഒരു ഓർഡർ സ്വീകരിക്കുന്നു. ആരുടെ ഓർഡർ ആണ്? ഗവൺമെന്റിന്റെ ഓർഡർ ആണ്. ഡിഫൻസുകാർക്ക്, അതായത് എക്സംപ്റ്റഡ് സപ്ലൈ ആണ്. നമ്മൾ എക്സംഷൻ പഠിക്കുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഡിഫൻസുകാർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ GST നിന്നും എക്സംപ്റ്റഡ് ആണ്. ടേൺ ഓവർ ഓഫ് അതർ ടാക്സബിൾ ഗുഡ്സ് ആൻഡ് എക്സംപ്റ്റഡ് ഗുഡ്സ് 4 crore and 1 crore. സെയിം നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത അതേ പ്രോബ്ലം തന്നെയാണ്. ജസ്റ്റ് ഐറ്റംസ്, ആ ഒരു ഡിഫൻസ് എന്നുള്ള കാര്യം മാത്രമേ അവിടെ പുതിയതായിട്ട് വന്നിട്ടുള്ളൂ. യൂണിഫോമിന് പകരം ഡിഫൻസ്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഓൾറെഡി നിങ്ങൾക്ക് അറിയാമായിരിക്കും. ജസ്റ്റ് ഒന്ന് നോക്കിക്കോ, ചെയ്ത് നോക്കി. അറിയില്ല, ചെയ്യാൻ അറിയില്ല അത് എന്ന് പറഞ്ഞാട്ടെ. ചെയ്യുമോന്ന് യൂണിഫോമിന് പകരം ഡിഫൻസിന്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. കോമൺ ക്രെഡിറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ടേൺ ഓവർ ഇൻറ്റു എക്സംപ്റ്റഡ് ടേൺ ഓവർ നോക്കിയാൽ ചെയ്യും. അപ്പൊ അത് ചെയ്തോണം. അടുത്തത്, OK Bank has availed credit of 25 lakhs in the month of June. OK ബാങ്ക് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അതിന്റെ കാര്യം ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അവർക്ക് അവരുടെ എലിജിബിൾ ക്രെഡിറ്റിന്റെ 50% എടുക്കുന്നതാണ് ഫേവറബിൾ. പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ക്രെഡിറ്റ് എടുക്കുന്നതിലും, അതായത് എക്സംപ്റ്റഡ് സപ്ലൈയുടെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ക്രെഡിറ്റ് എടുക്കുന്നതിലും അവർക്ക് എക്സംപ്റ്റഡ് സപ്ലൈയുടെ ഒഴിവാക്കി ടാക്സബിൾ സപ്ലൈയുടെ ക്രെഡിറ്റ് എടുക്കുന്നതിലും അവർക്ക് ബെനിഫിഷ്യൽ ടോട്ടൽ ക്രെഡിറ്റിന്റെ 50% എടുക്കുന്നതാണ്. സോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. OK Bank has availed credit of 25 lakhs in the month of June 20,000. Total credit out of which 5 lakh pertains to non-business purpose. 25 ലക്ഷമാണ് അവരുടെ ടോട്ടൽ ക്രെഡിറ്റ്. അതിൽ 5 lakhs നോൺ ബിസിനസ് പർപ്പസ് ആണെന്ന് പറയുന്നത്. ക്രെഡിറ്റ് കിട്ടുമോ? നിങ്ങൾ പറയണം. 25 ലക്ഷം ക്രെഡിറ്റില് OK ബാങ്കിന്റെ കാര്യമാണ് പറയുന്നത്. അതിൽ 5 ലക്ഷം നോൺ ബിസിനസ് പർപ്പസിന്റെ ക്രെഡിറ്റ് ആണ്. അത് ക്ലെയിം ചെയ്യാൻ പറ്റുമോ? നോൺ ബിസിനസ് പർപ്പസ് കിട്ടില്ല.
ഒരു സംശയം വേണ്ട, കിട്ടില്ല. നോൺ ബിസിനസിന് കിട്ടില്ല. ഓക്കെ. അപ്പോ 25 ലക്ഷത്തിൽ നിന്ന് 5 ലാഖ് പോയേ, കിട്ടില്ല. ITC കിട്ടില്ല. ITC കിട്ടില്ല. 7 ലക്ഷം pertains to credit availed under section second provision of അനദർ ബ്രാഞ്ചിൽ നിന്ന് സർവീസ് റിസീവ് ചെയ്തപ്പോൾ അവളെ ഒരു 7 ലക്ഷം രൂപ അടച്ചിട്ടുണ്ടായിരുന്നു. അതിന് കിട്ടുമല്ലോ. വേറൊരു ബ്രാഞ്ചിൽ നിന്ന് കുറച്ച് സർവീസ് അവൈൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ ബാങ്ക്, അതിന് 7 ലക്ഷം രൂപ GST അടച്ചിട്ടുണ്ടായിരുന്നു. കിട്ടും, കിട്ടും. GST അടച്ചിട്ടുണ്ടെങ്കിൽ ITC കിട്ടും. ITC കിട്ടും കേട്ടോ. ITC കിട്ടും. അപ്പൊ 25 5 പോയി, 7 പോയി. ബാക്കി എത്ര ഉണ്ട്? ബാക്കി എലിജിബിൾ എത്രയുണ്ട്? 13 ലക്ഷം. 13 ലക്ഷം എല്ലാം പോയിട്ട് അയാൾക്ക് ഉള്ളതെന്ന് പറയുന്നത് 13 ലക്ഷമാണ്. ഇതിന്റെ 50% ക്രെഡിറ്റ് അവരെടുക്കും. 13 ലക്ഷത്തിന്റെ 50% ക്രെഡിറ്റ് അവരെടുക്കും. എത്ര വരും? 6,50,000 ആണോ? ചെക്ക് ചെയ്തിട്ട് പറഞ്ഞേ. 6,50,000 ആണോ? ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു. 6,50,000 ആണോ? ചെക്ക് ചെയ്തിട്ട് പറഞ്ഞേ. ഓക്കെ. അത് പ്രത്യേകം പറയും കേട്ടോ, 50% എടുക്കും എന്നുള്ളത് പ്രത്യേകം പറയുമായിരിക്കും മിക്കപ്പോഴും പറയാറുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഓർത്തോണം, ബാങ്കിന്റെ കാര്യം വരുമ്പോൾ ഓർത്തോണം. അപ്പൊ 6,50,000 ആണ് ബാക്കി അയാളുടെ എലിജിബിൾ ITC. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു, ജസ്റ്റ് ആൻസറിലേക്ക് നോക്കാം. ITC attributable to നോൺ ബിസിനസ് പർപ്പസ് കിട്ടില്ല. ITC കിട്ടില്ല. അതർ എസ്റ്റാബ്ലിഷ്മെന്റ്, അതർ ബ്രാഞ്ചിൽ നിന്നുള്ള ITC 7 ലക്ഷം കിട്ടുമെന്ന് പറഞ്ഞു. ബാക്കി വന്ന ITC 6,50,000. അങ്ങനെ 13,50,000 ആണ് അലൗഡ് ആയിട്ടുള്ള ടോട്ടൽ ITC. ടോട്ടൽ ITC 13,50,000. പ്രശ്നമുണ്ടോ? ക്ലിയർ അല്ലേ? പറഞ്ഞേ. വന്ദന, ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് ഇനിയിപ്പോ നമ്മൾ എല്ലാ കാര്യങ്ങളൊക്കെ കയറി വരുന്നത്, നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളെല്ലാം കയറി വരുന്ന പ്രോബ്ലംസ് ആണ് ഇനി കുറച്ചുള്ളത്. Determine the amount of input tax credit available with Arihant Manufacturing Limited in respect of the following items procured by them in the month of January 2000. നമ്മുടെ അരിഹന്റ് മാനുഫാക്ചറിങ് ഒരു മാനുഫാക്ചറിങ് കമ്പനിയാണ്. അവർ ചില സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്, അതിന് അടച്ച GST ആണ് ഇവിടെ തന്നിരിക്കുന്നത് ടേബിളിൽ. അതിനൊക്കെ ഇൻപുട്ട് ടാക്സ് കിട്ടുമോ എന്നുള്ളതാണ് പറയേണ്ടത്. നിങ്ങൾ ITC ക്ലെയിം ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നിങ്ങൾ പറയേണ്ടത്. അയാൾ റോ മെറ്റീരിയൽസ് മേടിച്ചിട്ടുണ്ടായിരുന്നു, അലൗഡ് അല്ലേ? ആണോ അല്ലേ? മാനുഫാക്ചറിങ് കമ്പനിയാണ്, അയാൾ റോ മെറ്റീരിയൽസ് മേടിച്ചിട്ടുണ്ടായിരുന്നു, അതിന് ITC കിട്ടുമോ ഇല്ലയോ? 72,000 കിട്ടിയിട്ട് അടച്ചിട്ട് കിട്ടും, കിട്ടും. ഒരു സംശയം വേണ്ട. ഫുഡ് ആൻഡ് ബീവറേജസ് ആൻഡ് കാറ്ററിംഗ് സർവീസസ്, ഫുഡ് ആൻഡ് ബീവറേജസ് ആൻഡ് കാറ്ററിംഗ് സർവീസ് പ്രത്യേകം ശ്രദ്ധിക്കുക. ആർ യൂസ്ഡ് ഇൻ ദ ഗസ്റ്റ് ഹൗസ് പ്രൈമർലി ഫോർ ദ സ്റ്റേ ഓഫ് ന്യൂലി റിക്രൂട്ടഡ് എംപ്ലോയീസ്. പുതിയതായിട്ട് റിക്രൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള എംപ്ലോയീസിന് ഫുഡും ബീവറേജസും കൊടുക്കുകയാണ്. യാതൊരു തരത്തിലുള്ള ഒബ്ലിഗേറ്ററിയും ഒരു പ്രൊവിഷനും സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷനും അവിടെ പറഞ്ഞിട്ടില്ല. ITC കിട്ടുമോ ഇല്ലയോ? കിട്ടില്ല, കിട്ടില്ല. ജിബിന ശരിയല്ലേ? എന്താണ് പറഞ്ഞത്? കിട്ടില്ല, കേട്ടതില്ല. ഇൻപുട്ട് യൂസ്ഡ് ഫോർ മേക്കിംഗ് സ്ട്രക്ചേഴ്സ് ഫോർ സപ്പോർട്ട് ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി. നമ്മുടെ ഈ മാനുഫാക്ചറിംഗുമായിട്ട് ബന്ധപ്പെട്ട് പ്ലാന്റ് ആൻഡ് മെഷീനറി ഉണ്ട്. അതിനെന്തോ ഒരു സപ്പോർട്ട് കൊടുക്കാൻ കുറച്ച് സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കണമായിരുന്നു. അതിന് ഇൻപുട്ടുകൾ മേടിച്ചിട്ടുണ്ട്. പൂർണ്ണമായിട്ടും ബിസിനസ് പർപ്പസ് ആണ്. കിട്ടുമോ ഇല്ലയോ? പ്ലാന്റ് ആൻഡ് മെഷീനറി അതവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ സ്ട്രക്ചർ ഉണ്ടാക്കണം. ആ സ്ട്രക്ചർ ഉണ്ടാക്കാൻ റോ മെറ്റീരിയൽസ് മേടിച്ചിരിക്കുന്നു. കിട്ടുമോ ഇല്ലയോ? കിട്ടുമോ ഇല്ലയോ?
കിട്ടുമോ ഇല്ലയോ? വേമ്പറ 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 കിട്ടും 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 കിട്ടും, നോ പ്രോബ്ലം, കിട്ടും. 1,25,000 കിട്ടും. Capital goods used as parts and components for use in the manufacture of final product. Capital goods യൂസ് ചെയ്തിട്ടുണ്ട്. എന്തിനാ യൂസ് ചെയ്തിരിക്കുന്നത്? ഫോർ യൂസ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് ഫൈനൽ പ്രൊഡക്റ്റ്. പുതിയതായിട്ട് രജിസ്ട്രേഷൻ എടുക്കുന്ന ആളൊന്നും അല്ല ഇയാള്. വോളണ്ടറി ആയിട്ട് രജിസ്ട്രേഷൻ എടുക്കുന്ന ആളല്ല. അയാള് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്, ബിസിനസ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അയാള് ക്യാപിറ്റൽ ഗുഡ്സ് മേടിച്ചു, മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഫൈനൽ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മേടിച്ചേക്കുന്നത്. തീർച്ചയായിട്ടും കിട്ടും. അങ്ങനെ 72,000 പ്ലസ് 1,25,000 പ്ലസ് 40,000, 2,37,000 രൂപ അയാൾക്ക് ക്രെഡിറ്റ് അലൗഡ് ആണ്. എനി ഡൗട്ട്സ്? ക്യാപിറ്റൽ ഗുഡ്സിന്റെ കാര്യത്തിൽ എനി ഡൗട്ട്സ്? വേറെ ഒന്നും അവിടെ ചിന്തിക്കണ്ട. അയാള് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അയാൾ എക്സ്റ്റൻ സപ്ലൈക്ക് പോകുന്നില്ല, കോമ്പോസിഷൻ സ്കീമിലേക്ക് പോകുന്നില്ല. അയാൾ പുതിയതായിട്ട് രജിസ്ട്രേഷൻ എടുത്ത ആളല്ല, വോളണ്ടറി ആയിട്ട് രജിസ്ട്രേഷൻ എടുത്ത ആളല്ല. അതുകൊണ്ട് നിങ്ങൾ മറ്റേ ക്രൈറ്റീരിയ, അതായത് സെക്ഷൻ 18 ഒന്നും നോക്കേണ്ട കാര്യമില്ല, 42, 43 നോക്കേണ്ട കാര്യമില്ല. കിട്ടും, മുഴുവനും കിട്ടും. XYZ enters into a contract with ABC for supply of 10 MT of chemical for 1,18,000 inclusive of GST 18,000. XYZ enters into a contract. ABC ലിമിറ്റഡുമായിട്ടൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. എന്താണ് ABC ലിമിറ്റഡ് കൊടുക്കേണ്ടത്? XYZന് കെമിക്കൽ എന്തോ ആണ് കൊടുക്കേണ്ടത്. അതിന് ഇൻപുട്ട് ടാക്സ് ഒരു 18,000 അയാള് XYZ കൊടുക്കണം ഇൻ ദ മന്ത് ഓഫ് ഓഗസ്റ്റ്. ഓഗസ്റ്റിലാണ് ഇത് മേടിക്കുന്നത്. XYZ ABC കമ്പനിയിൽ നിന്ന് കെമിക്കൽ മേടിക്കുന്നത് 18,000 രൂപ GST കൊടുത്ത് മേടിക്കുന്നത് ഓഗസ്റ്റിലാണ്. The chemical is to be delivered in lots over a period of 3 months. കെമിക്കൽ ഡെലിവേർഡ് ആവുന്നത് 3 months കൊണ്ടാണ്. XYZലേക്ക് കെമിക്കൽ എത്തുന്നത് 3 മാസത്തിലാണ്. 3 മാസം കൊണ്ടാണ് മുഴുവൻ എത്തിച്ചത്. ലോട്ടായിട്ടാണ് എത്തിച്ചത്. ABC അപ്പൊ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? പക്ഷെ ഓഗസ്റ്റിൽ തന്നെ ഇൻവോയ്സ് എല്ലാം കൊടുക്കുന്നുണ്ട്. ഇൻവോയ്സ് എല്ലാം അപ്പൊ തന്നെ ക്ലിയർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ സംഗതി കംപ്ലീറ്റ് ആവുന്നത്, അതായത് ലോട്ട് അവസാനത്തെ ലോട്ട് റിസീവ് ചെയ്യുന്ന നവംബറിലാണ്. എന്റെ ചോദ്യം ഇതാണ്, ഓഗസ്റ്റിൽ ഇയാൾക്ക് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റും? എന്റെ ചോദ്യം അതാണ്. ഇൻവോയ്സ് എല്ലാം ഓഗസ്റ്റിൽ തന്നെ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, പക്ഷെ ലാസ്റ്റ് ലോട്ട് വരുന്ന നവംബറിലാണ്. ഇയാൾക്ക് ഓഗസ്റ്റിൽ ക്ലെയിം ചെയ്യാൻ പറ്റുമെന്നാണ് എന്റെ ചോദ്യം. ITC കിട്ടില്ല. എന്ന് കിട്ടും നന്ദന? എന്ന് കിട്ടും എന്ന് പറയാം. നവംബറിൽ. വെരി ഗുഡ്, നവംബറിൽ. അടിപൊളി, പഠിച്ചു. അതാണ് അതിന്റെ ആൻസർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. Then a registered person is in the business of manufacturing shoes. ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ, അയാൾ ഷൂസ് മാനുഫാക്ചർ ചെയ്യുന്ന വ്യക്തിയാണ്. He gave 50 pairs of shoes to his friend free of cost. അയാൾ 50 പെയർ ഷൂ ഫ്രീ ആയിട്ട് അയാളുടെ ഫ്രണ്ടിന് കൊടുക്കാം. ഇയാള് ഈ 50 ഷൂ ഉണ്ടാക്കാൻ, 50 പെയർ ഷൂ ഉണ്ടാക്കാൻ റോ മെറ്റീരിയൽസ് മേടിച്ചിട്ടുണ്ടാവും, അതിന് ഇൻപുട്ട് ടാക്സ് അടച്ചിട്ടുണ്ടാവും. പക്ഷെ ഇത് ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ അതിന് ITC ക്ലെയിം ചെയ്യാൻ പറ്റും. നോൺ ബിസിനസ് പർപ്പസ് ആണ്. ക്ലെയിം ചെയ്യാൻ പറ്റും? പറ്റില്ല, പറ്റില്ല. ഫ്രീ ആയിട്ട് കൊടുത്താലും, ഗിഫ്റ്റ് ആയിട്ട് കൊടുത്താലും, ഫ്രീ സാമ്പിൾ ആയിട്ട് കൊടുത്താലും, ഗുഡ്സ് ലോസ്റ്റ്, സ്റ്റോളൻ, നമ്മൾ പഠിച്ചാണ് ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് അല്ലേ? കിട്ടില്ല കേട്ടോ ITC. A registered person manufactures a product X chargeable to 18% GST, a product Y chargeable to nil rate of tax, and a product Z which is exported without payment of tax under bond. All the 3 products are manufactured from common input and input services. നമ്മുടെ എ എന്ന് പറയുന്ന ആള് രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്. അയാള് പ്രൊഡക്റ്റ് എക്സ്, അത് 18% GST ടാക്സുകൾ വരുന്ന ഐറ്റം ആണത്. പ്രൊഡക്റ്റ് വൈ എന്ന് പറയുമ്പോൾ നിൽ റേറ്റ് ടാക്സ് ആണ്. ഇസഡ് എന്ന് പറയുമ്പോൾ എക്സ്പോർട്ട് ആണ്. 3 പ്രൊഡക്ട്സും
ഉപയോഗിക്കുന്നത് 3 പ്രൊഡക്ട്സും മാനുഫാക്ചർ ചെയ്യാൻ ഇയാൾ കോമൺ ഇൻപുട്ട് അല്ലെങ്കിൽ കോമൺ ഇൻപുട്ട് സർവീസ് ആണ് ഉപയോഗിക്കുന്നത്. പ്രത്യേകം ഒന്നുമല്ല. എക്സും വൈയും ഇസഡും പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കോമൺ ആയിട്ടുള്ള ഇൻപുട്സ് ആണ് അല്ലെങ്കിൽ ഇൻപുട്ട് സർവീസുകളാണ് ഇവർ ഉപയോഗിക്കുന്നത്. ITC on input and input service attributable to product Y being an exempt supply will not be levied. ഒരു മിനിറ്റ്. ഹലോ, ബസ് കയറിയോ? ഓക്കെ. എവിടെ എത്ര മണിക്കൂറാണ് കാണിക്കുന്നത്? അത് മൂവാറ്റുപുഴ എത്ര മണിക്കൂറുണ്ടെന്ന് ജസ്റ്റ് നോക്കിയിട്ട് എനിക്കൊന്ന് മെസ്സേജ് ഇട്ടേ. 29 1 മണിക്കൂർ എടുക്കുള്ളായിരിക്കുമല്ലോ. 1.5 മണിക്കൂർ ഇല്ലെന്ന് തോന്നുന്നു. ഓക്കെ. ഞാൻ 1 മണിക്കാണ്. മതി. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ എക്സ് എന്ന് പറയുന്ന ടാക്സബിൾ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്, ടാക്സബിൾ സപ്ലൈ ആണത്. വൈ എന്ന് പറയുമ്പോൾ നിൽ റേറ്റ് സപ്ലൈ ആണ്. ദെൻ ഇസഡ് എന്ന് പറയുമ്പോൾ എക്സ്പോർട്ട് ചെയ്യുന്നതാണ്. അവിടെ IGST പേ ചെയ്യേണ്ടി വരും. അതിന്റെ ഇൻപുട്ട് ടാക്സ് ഒക്കെ കിട്ടും. വൈയുടെ കിട്ടില്ല, കാരണം നിൽ റേറ്റ്. ഓക്കെ, അപ്പൊ അടുത്തിലേക്ക് പോവാം. എന്ത് പറയുന്നു? മിസ്റ്റർ എക്സ് ഓൺസ് എ ഗ്രോസറി സ്റ്റോർ. മിസ്റ്റർ എക്സിന് ഒരു പലചരക്കട ഉണ്ട്. ഹി പ്രൊക്യൂർസ് റൈസ്, വീറ്റ് ആൻഡ് ബിസ്ക്കറ്റ്സ് ഫോർ ബീങ് സോൾഡ് ഇൻ ഇറ്റ് സ്റ്റോർ. അയാള് വീറ്റ് വാങ്ങുന്നുണ്ട്, ബിസ്ക്കറ്റ് മേടിക്കുന്നുണ്ട്. ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് മേടിക്കുന്നത്? അയാളുടെ കടയിൽ വിൽക്കാൻ വേണ്ടിയിട്ട്. ഔട്ട് ഓഫ് ദി ഇൻവെന്ററീസ് ഓഫ് പർച്ചേസ്ഡ്, അപ്പോ ഇയാൾ വിൽക്കാൻ മേടിച്ച ഈ ഇൻവെന്ററിയിൽ നിന്ന് 10 kg റൈസ് അതുപോലെ 10 kg വീറ്റ് വീട്ടിലേക്ക് എടുക്കുകയാണ്. പേഴ്സണൽ കൺസംഷന് വേണ്ടിയിട്ട് എടുക്കുകയാണ്. ITC ക്ലെയിം ചെയ്യാൻ പറ്റുമോ? ആ 10 kg റൈസിന്റെയും 10 kg നമ്മൾ വീറ്റിനും ഇൻപുട്ട് ടാക്സ് പേ ചെയ്തിട്ടുണ്ടാവും. അത് ക്ലെയിം ചെയ്യാൻ പറ്റും? പറ്റില്ല. അത്രേ ഉള്ളൂ. Z becomes liable to pay tax on 1st August and has obtained registration on 15th August. Z ഒരു നോർമൽ പേഴ്സൺ ആയിരുന്നു. അയാള് 1st August ടാക്സബിൾ പേഴ്സൺ ആയിട്ട് മാറി. അതായത് ലൈബിളായി, ടാക്സ് അടയ്ക്കാൻ ലൈബിളായി, GST രജിസ്ട്രേഷൻ എടുക്കാൻ ലൈബിളായി. രജിസ്ട്രേഷൻ എടുത്തു 15-ാം തീയതി, ഓഗസ്റ്റ് 15-ാം തീയതി. Z is eligible for ITC on input held in stock and as part of semi-finished goods or finished goods. Z-ന് അയാളുടെ കയ്യിലുള്ള സ്റ്റോക്ക് സെമി ഫിനിഷ്ഡ് ആണെങ്കിലും ഫിനിഷ്ഡ് ആണെങ്കിലും ITC ക്ലെയിം ചെയ്യാം. പക്ഷെ എന്തിനു കിട്ടില്ല? ക്യാപിറ്റൽ ഗുഡ്സിന് കിട്ടില്ല. അതിപ്പോ ന്യൂ രജിസ്ട്രേഷൻ ആണെങ്കിലും വോളണ്ടറി രജിസ്ട്രേഷൻ ആണെങ്കിലും കിട്ടില്ല. അതിന്റെയാണ് വോളണ്ടറി രജിസ്ട്രേഷനാണ് ഈ ഒരു പ്രോബ്ലം. വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. ഓക്കെ അല്ലേ? അത് വായിച്ചു നോക്കിക്കോളൂല്ലോ. 16ാമത്തെ ചോദ്യം ഓക്കെ അല്ലേ? വോളണ്ടറി രജിസ്ട്രേഷന്റെ കേസ്, അവിടെയും ക്യാപിറ്റൽ ഗുഡ്സിന് കിട്ടുന്നത്. ഹർഷ്ഗീത് പ്രൈവറ്റ് ലിമിറ്റഡ്, എ രജിസ്റ്റേർഡ് സപ്ലയർ. ഹർഷ്ഗീത് എന്ന് പറയുന്ന ഒരു രജിസ്റ്റേർഡ് സപ്ലയർ ആണ്. എൻഗേജ്ഡ് ഇൻ ദ മാനുഫാക്ചറിംഗ്, ഗുഡ്സിന്റെ മാനുഫാക്ചറർ ആണ് അയാള്. കുറച്ച് പർച്ചേസുകൾ നടത്തിയിട്ടുണ്ട്, ചില സർവീസുകൾ അവൈൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ITC കിട്ടുമോ ഇല്ലയോ എന്ന് നിങ്ങൾ പറയണം. ഓക്കെ, ജൂലൈ മാസത്തെയാണ് കൊടുത്തിരിക്കുന്നത്. പ്രത്യേകം നോട്ട് ചെയ്യണം. ഏത് മാസത്തെ പർച്ചേസുകളാണ് തന്നിരിക്കുന്നതെന്ന് കൂടെ ഒന്ന് നിങ്ങൾ നോക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ലോട്ടായിട്ടൊക്കെയാണ് റിസീവ് ചെയ്യുന്നതെങ്കിലാണ് അതിന്റെ ഒരു എഫക്ട് നമുക്ക് മനസ്സിലാവുക കേട്ടോ. അപ്പോ ജൂലൈ മാസത്തെ പർച്ചേസിന്റെ കാര്യങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. റോ മെറ്റീരിയൽ 2,50,000 രൂപയുടെ GST അടച്ച് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ബ്രാക്കറ്റിൽ കണ്ടോ പറയുന്നത് ടു ബി റിസീവ്ഡ് ഇൻ ദ മന്ത് ഓഫ് സെപ്റ്റംബർ. ഇത് റിസീവ് ചെയ്യുന്ന സെപ്റ്റംബറിലാണ്. അപ്പൊ നമുക്ക് ജൂലൈയിൽ ക്ലെയിം ചെയ്യാൻ പറ്റുമോ ITC? നിങ്ങൾ പറഞ്ഞു. ജൂലൈ ഓ സെപ്റ്റംബർ 2 മാസം കഴിഞ്ഞാണ് ഗുഡ്സ് വരുന്നത്. ഇത് പറ്റത്തില്ല. മെമ്പർഷിപ്പ് ഓഫ് എ ക്ലബ് അവൈൽഡ് ഫോർ എംപ്ലോയീസ് വർക്കിംഗ് ഇൻ ദ ഫാക്ടറി. ക്ലബില് മെമ്പർഷിപ്പ് എടുത്ത് കൊടുക്കുകയാണ്. ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് ക്ലബില് മെമ്പർഷിപ്പ് എടുത്ത് കൊടുക്കുകയാണ്. സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷന്റെ കാര്യമൊന്നും പറയുന്നില്ലെന്നു.
സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷന്റെ കാര്യമൊന്നും പറയുന്നില്ല. കിട്ടുമോ? കിട്ടുമോ? കിട്ടില്ല. ഇൻപുട്ട് ടു ബി റിസീവ്ഡ് ഇൻ 5 ലോട്ട്സ്. ഇൻപുട്ട് റിസീവ് ചെയ്യുന്ന 5 ലോട്ടായിട്ടാണ്. ഔട്ട് ഓഫ് വിച്ച് തേർഡ് ലോട്ട് വാസ് റിസീവ്ഡ് ഡ്യൂറിംഗ് ദ മന്ത്. ജൂലൈയില് 3-ാമത്തെ ലോട്ട് വരെ കിട്ടിയിട്ടുള്ളൂ എന്ന് പറയാം. ജൂലൈയില് 3-ാമത്തെ ലോട്ട് വരെ കിട്ടിയിട്ടുള്ളൂ എന്ന് പറയാണ്. ITC കിട്ടുമോ? കിട്ടില്ലല്ലോ. ഇല്ല. ട്രക്ക് യൂസ്ഡ് ഫോർ ട്രാൻസ്പോർട്ട് ഓഫ് റോ മെറ്റീരിയൽ. ട്രക്ക് 13 പേരിൽ താഴെ മാത്രം ഇരിക്കാൻ പറ്റുന്ന, ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന, ഇൻക്ലൂഡിംഗ് ഡ്രൈവർ ഇരിക്കാൻ പറ്റുന്ന ട്രക്ക്. ITC കിട്ടില്ലല്ലേ? ITC കിട്ടും ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാനാണെങ്കിൽ. സോ ഇവിടെ കിട്ടുമല്ലോ. കിട്ടില്ലേ? സംശയം ഉണ്ടോ അതിൽ? കിട്ടും. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ആണ്, ട്രാൻസ്പോർട്ടേഷൻ ഓഫ് റോ മെറ്റീരിയൽ ആണ്, കിട്ടും. Capital goods out of 3 items, invoice for 2 items is missing and GST paid on those items is 80,000. Capital goods 3 capital goods മേടിച്ചിട്ടുണ്ട്. അതില് 2 ഐറ്റത്തിന് ഇൻവോയ്സ് മിസ്സിംഗ് ആണ്. 2 ഐറ്റത്തിന് ഇൻവോയ്സ് മിസ്സിംഗ് ആണ്. അതിന് 80,000 രൂപ GST അടച്ചിട്ടുണ്ട്. ഇൻവോയ്സ് ഇല്ലാത്ത പർച്ചേസിന് നമുക്ക് ITC കിട്ടുമോ? പറ. 80,000 രൂപ ITC നമുക്ക് കിട്ടും? കിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യണം? 1,50,000 150 80,000 എന്ത് ചെയ്തോളൂ? കുറച്ചോളൂ. ബാക്കി എത്രയാണോ അതേ കിട്ടും. കണ്ടോ? അപ്പോ 1,10,000. ആൻസർ നിങ്ങൾ നോക്കിക്കോണേ. ഉണ്ട്. ജെമുക്കു ലിമിറ്റഡ് രജിസ്റ്റേർഡ് പേഴ്സൺ. ജെമുക്കു ലിമിറ്റഡ് ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്. സ്പൈസസിന്റെ ബിസിനസ് ആണ്.